ഹലോ GMAIN 2024 സെഷൻ 2 എക്സാമിനേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 ഷിഫ്റ്റായിട്ട് എക്സാമിനേഷൻ നടന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് വളരെ ക്വിക്ക് ടൈമിൽ ഇന്നത്തെ എക്സാമിനേഷനിൽ 2 ഷിഫ്റ്റിലായി നടന്നിട്ടുള്ള പരീക്ഷകളിൽ എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് ചോദിച്ചത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ക്വിക്ക് അനാലിസിസ് ആണ്. എൻ്റെ സൊല്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടിയിടത്തോളം ക്വസ്റ്റ്യൻസിൻ്റെ അതിലേക്ക് നിങ്ങളൊന്ന് ടേക്ക് ത്രൂ ചെയ്യുക എന്നുള്ള പേർപ്പസ് മാത്രമേ ഈ വീഡിയോയ്ക്കുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്റ്റഡി ടൈം ഒട്ടും കൺസ്യൂം ചെയ്യാതെയാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ആദ്യം മനസ്സിലാക്കാം. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്ലോസുകളും എല്ലാ ടേംസും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ ഡീറ്റെയിൽ സൊല്യൂഷൻ അനാലിസിസ് നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ മെമ്മറി ബേസിൽ മുന്നേ കണ്ട ക്വസ്റ്റ്യൻസിന് ഒരുപാട് വ്യത്യാസമുണ്ട് അതിൻ്റെ ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പർ NTA പുറത്ത് വിട്ട സമയത്തും കിട്ടിയത്. അപ്പം അതുകൊണ്ട് ആ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വീഡിയോ കാണുക. ഒരുപാട് സമയം ഇതിന് സ്പെൻഡ് ചെയ്യാതിരിക്കുക. നമുക്ക് പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എൻ്റെ സൊല്യൂഷൻസ് നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. അതിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ആക്സസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ത്രൂ ദ വീഡിയോ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. PDF നിങ്ങൾക്ക് അവൈലബിൾ ആവും. Now we'll start with the first question that we have. First question says 5 identical convex lenses are placed one after the other in close contact. The power of the arrangement is 25 diopter. Then the power of one such lenses in contact combinations in power vary sum of individual powers ആണ്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരെണ്ണുള്ളത്. Now the next question ഇത് കുറച്ചുകൂടെ ഇവാലുവേറ്റ് ചെയ്യാനാണ്. അഗെയിൻ റോളിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റോളിങ്ങിനെ പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് സിലബസിലുള്ള ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷനെയും പറ്റിയിട്ട്. Now on a given rough inclined plane a solid sphere and a hollow cylinder having the same radius are rolled one by one. Now with the same speed. The ratio of heights attained by the solid sphere and the hollow sphere is. Basic idea is hollow sphere നും solid sphere നും ഉള്ള total kinetic energy നെ mgh-ലേക്ക് ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ. റോളിംഗ് ബോഡി ആയതുകൊണ്ട് ടോട്ടൽ കൈനറ്റിക് എനർജിക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്നുള്ള 2 പാർട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, 2 ബോഡിക്കും ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുന്നത്. 2 ബോഡീസ് ഉണ്ട്. ഒന്ന് സോളിഡ് സ്ഫിയർ ആണ്, ഒന്ന് ഹോളോ സിലിണ്ടർ ആണ്. സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കി ഇക്വേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും. when you evaluate it will be half m VCM square plus half I VCM by R square is equal to mgh ആയിരിക്കും അതിന്റെ എക്സ്പാൻഷൻ വരിക. കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷനും കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷനും. നോക്കൂ, ഇത് VCM is equal to R omega എന്നുള്ള ആ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങിൻ്റെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇതാണ് ബേസ് ഇക്വേഷൻ. സോളിഡ് സ്ഫിയർ വരുന്ന സമയത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യൻ്റെ പോയിന്റിൽ 2/5 mr² കൊടുക്കേണ്ടി വരും. ഹോളോ സിലിണ്ടർ ആവുന്ന സമയത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യൻ്റെ അടുത്ത് mr². ഹോളോ സിലിണ്ടർ ജസ്റ്റ് ലൈക്ക് എ റിംഗ്. അതിൻ്റെ mr² കൊടുക്കേണ്ടി വരും മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഹൈറ്റ് ഓഫ് ദ സോളിഡ് സ്ഫിയർ ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ സോളിഡ് സ്ഫിയർ ബൈ ഹൈറ്റ് ഓഫ് ദ ഹോളോ സിലിണ്ടർ. ഈ ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. യു ക്യാൻ ടേക്ക് ദ റേഷ്യോ 7/10 ആണ് ആൻസർ വരുന്നത്. സൊല്യൂഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് മേക്ക് ഷുവർ യു ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. Now an electron is projected along the axis of a solenoid which carries constant current. The trajectory of the electron shall be. നോക്കൂ, ഒരു സോളിനോയിഡിൻ്റെ അകത്ത് ആക്സിയൽ ലൈനിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡിറക്ഷനിലോ അതിന് ആൻറ്റി പാരലൽ ആയിട്ടുള്ള ഡിറക്ഷനോ ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണെങ്കിൽ, ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് 0 ആണ് വരിക. ഫോഴ്സ് 0 ആവുന്ന സമയത്ത് ആ ബോഡിയുടെ മൂവ്മെന്റിന് ചേഞ്ച് ഇൻ ഡിറക്ഷനോ ആക്സിലറേഷനോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്, സ്പീഡിംഗ് അപ്പോ സ്ലോയിങ് ഡൗണോ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് പ്രിൻസിപ്പിളാണ്. അത് ക്ലിയർ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Now next question is based on dimensions. Equation of stationary wave is given. തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ തന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ആർഗ്യുമെൻറ്റുകൾ ആംഗിളുകളായിരിക്കും ബേസിക്കലി. അതുകൊണ്ട് തന്നെ അവർ ഡയമെൻഷൻലെസ് ആയിരിക്കും. ആ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി, ദാറ്റ് ഇസ് ഈ ഇൻപുട്ട് ഡയമെൻഷൻലെസ് ആണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. റോങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. പ്ലീസ് സീ ഹൗ ഇറ്റ് ഇസ് ബീങ് ഇവാലുവേറ്റഡ്. ഇറ്റ്സ് എ വെരി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. ആകെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ആംഗിളുകൾ ഡയമെൻഷൻലെസ് ആയിരിക്കും. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഇൻപുട്ടുകൾ ഡയമെൻഷൻലെസ് ആയിരിക്കും എന്നുള്ളതാണ്. സിമിലർലി ലോഗിൻ്റെ ഇൻപുട്ടും ഇൻ്റെ പവറിൻ്റെ ഇൻപുട്ടും ഒക്കെ അതിൻ്റെയൊക്കെ ഡയമെൻഷൻലെസ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ കോൺസെപ്റ്റുകളും ഇനി ഉള്ള എക്സാമുകളിൽ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്.
Now, next question. Instantaneous current in a circuit I of t is given as 6 plus root 54 sine 2 pi t plus pi by 3, that much amperes. The RMS value of current is, നോക്കൂ RMS value കാണാനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. That is root of 1 by t integral 0 to t I of t square dt. I സ്ക്വയറിൻ്റെ ആവറേജ് കാണുക ഡ്യൂറിങ് ദ ഇൻ്റർവെൽ, അതിൻ്റെ റൂട്ട് എടുക്കുക. ദാറ്റ് ഇസ് ആക്ച്വലി റൂട്ട് ഓഫ് ദ സ്ക്വയർ ഓഫ് മീൻസ്. ദാറ്റ് ഇസ് വാട്ട് യു ഹാവ് ഹിയർ. നോക്കൂ, ഈ ടേം ഐ സ്ക്വയർ ആക്കി എടുത്തുകൊണ്ട് ഐ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് 3 ടേംസ് ഹിയർ. അതിൻ്റെ ഒപ്പം തന്നെ മനസ്സിലാക്കുക, എല്ലാ ട്രിഗ്നോമെട്രിക് ഫോർ എക്സാമ്പിൾ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും ഫുൾ സൈക്കിൾ ആവറേജ് വരിക, ഫുൾ സൈക്കിൾ 0 to t ഇൻ്റഗ്രൽ വരിക 0 ആണ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സാധാരണ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഓവർ എൻ ഇൻ്റർവെൽ ആൻഡ് അഗൈൻ ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ആൻഡ് ഇൻ്റഗ്രൽ കോസ് ഒമേഗ ടി ഓവർ ഇൻ്റഗ്രൽ 0 to t 0 ആണ് വരിക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഈ 3 ടേമിൽ ഒരു ടേം ഡെഫിനറ്റ്ലി സൈൻ ഒമേഗ ടീൻ്റെ ടേംസിലാണ് ഉണ്ടാവുക. ആ ടേം എന്തായാലും 0 ആയി പോകും. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടേം ഉണ്ടാവുക കോൺസ്റ്റന്റിന്റെ സ്ക്വയർ ആണ്, ദാറ്റ് ഇസ് എക്സാക്ട്ലി ഹിയർ. പിന്നെ ഒരു ടേം ഉണ്ടാവുക സൈൻ സ്ക്വയർ ഒമേഗ ടി ഇൻവോൾവ് ചെയ്യുന്നൊരു ടേം ഉണ്ടാവും. സൈൻ സ്ക്വയർ തീറ്റയുടെ 0 to t ഇൻ്റഗ്രൽ എന്താ വരിക എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ t/2 ആണ് വരിക. 0 to t ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ ഒമേഗ ടി അങ്ങനെയാണ് വരിക. ക്ലിയർ ആയിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ തന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം റിക്വയർഡ് ടേംസ് മാത്രം കൊടുത്താൽ വളരെ ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടും. റൂട്ട് 9 into 7 ആണ് കിട്ടുക. ദാറ്റ് ഇസ് 3√7 ആംപിയർ ആണ് എൻ്റെ ആൻസർ. ഇറ്റ്സ് വെരി ക്ലിയർ. നിങ്ങൾ ഈ ഇങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾ ക്ലാസ് ചെയ്തിട്ടുണ്ടാവും. എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രിൻസിപ്പിൾ. എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം സൈനോ കോസോ വരുന്നതിൻ്റെ ഫുൾ സൈക്കിൾ ഇൻ്റഗ്രൽ 0 വരും. ബാക്കി സൈൻ സ്ക്വയറിൻ്റെ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലീസ് സീ ഹൗ ഇറ്റ് ഇസ് ബീങ് ഡൺ. നൗ next question says because of a force സെപ്പറേറ്റ് ആയിട്ടാണ് ആ ഫോഴ്സ് കൊടുക്കുന്നത് പറയുന്നുണ്ട്. ഒരു സമയത്ത് 3 ന്യൂട്ടൺ കൊടുക്കുന്നു, ഒരു സമയത്ത് 2 ന്യൂട്ടൺ കൊടുക്കുന്നു. ദ ഇലോങ്ങേഷൻ ഇൻ സ്പ്രിംഗ് ആർ ഫൗണ്ട് ടു ബി എ ആൻഡ് ബി യൂണിറ്റ്സ് റെസ്പെക്റ്റീവ്ലി. ദെൻ 2a minus 3b is, നോക്കൂ F is equal to kx ആണ് നമ്മുടെ ഇക്വേഷൻ. ഫോഴ്സ് ആണ് എഫ് പറയുന്നത്, കെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇസ് ദി ഇലോങ്ങേഷൻ. അങ്ങനെ എ ബി എന്നുള്ള 2 ഇലോങ്ങേഷനും കറസ്പോണ്ടിങ് ഫോഴ്സ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുക. 2a 3b ഇവാലുവേറ്റ് ചെയ്യുക. ബിക്കോസ് നൗ യു നോ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഇവാലുവേഷനിൽ 0 ആൻസർ കിട്ടും. ദാറ്റ്സ് ഹൗ യു സോൾവ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എന്നാൽ കൂടെ നിങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു റെസിസ്റ്റൻസ് ക്യൂബാണ്, ഐഡന്റിക്കൽ റെസിസ്റ്റൻസസ് ഉള്ള ഒരു ക്യൂബാണ് തന്നിരിക്കുന്നത്. അതിൽ ഒരു ഫേസിൻ്റെ ഡയഗണൽ അക്രോസ് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് കാണാൻ പറഞ്ഞത് അപ്പർ ഈ പറയുന്ന റീജിയനിൽ പോകുന്നത് എക്സാക്ട്ലി ഈ ആമിൽ പോകുന്ന ഒരു കറണ്ട് ആണ് നിങ്ങളുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് തിങ് ടു റിമെമ്പർ ഹിയർ ഇസ്, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ സിമെട്രി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഈ 2 റെസിസ്റ്റൻസസ് അവിടെ അക്രോസ് സെയിം പൊട്ടൻഷ്യൽ ഡ്രോപ്സ്, സെയിം പൊട്ടൻഷ്യൽ വരുന്നത് കൊണ്ട് തന്നെ ആ 2 റെസിസ്റ്റൻസ്, ഇവിടെ ഈ മാർക്ക് ചെയ്ത ഈ 2 റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഡിസ്ലോഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ യു ക്യാൻ ഇവാലുവേറ്റ് ദ സർക്യൂട്ട്. സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അത് വെച്ചിട്ട് നിങ്ങൾ ടോട്ടൽ കറണ്ട്, സെല്ലിൽ നിന്ന് പുറപ്പെടുന്ന ടോട്ടൽ കറണ്ട് ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതവിടെ ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഈ സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു കറണ്ട് I0 ഇവിടെ എൻ്റർ ചെയ്ത് ആ I0യിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന സെക്ഷൻ, ഈ പോകുന്ന ഒരു കറണ്ട് I1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ I1 2ആയി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ 2 ആമിലേക്കും പോകുന്നത്. സോ I0ൻ്റെ എത്ര ടൈംസ് ആണ് I1 നോക്കുക, I1ൻ്റെ പകുതിയായിരിക്കും ഈ പറയുന്ന ഓരോ ആമിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ I1/2 ആയിരിക്കും. കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൗ I1 എത്രയാണെന്ന് കാണണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആംസ് നോക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ നമുക്ക് ഒറ്റ സ്ട്രിങ് ആയി, ഒറ്റ റെസിസ്റ്റൻസ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും, അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. ദെൻ യു ഹാവ് ഈ ഒരു ആം മുഴുവൻ, ഇതൊരു 3R റെസിസ്റ്റൻസ് ആണ്, താഴെ ഒരു R റെസിസ്റ്റൻസ് ആണുള്ളത്. ഇവിടെ കറണ്ട് ഡിവിഷൻ നടക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്ന I1 ആമിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I1 will actually be equal to 1/4 of I0. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. I1 will be equal to 1/4 times of I0. ആ I1ൻ്റെയും കൂടെ പകുതിയാണ് നമുക്ക് വേണ്ട ഈ ഒരു ആമിലെ കറണ്ട് വരിക. സോ ബേസിക്കലി I0/8 ആയിരിക്കും നമ്മുടെ ആൻസർ. I0 നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. കുറച്ചുകൂടെ ഇവാലുവേഷൻ ടൈറ്റ് ആണ് ഇതിൻ്റെ. പക്ഷേ എന്നാൽ കൂടെ ഇങ്ങനത്തെ കേസുകൾ മുന്നേ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, ഈ ഇവാലുവേഷൻ മെത്തേഡ് മനസ്സിലായിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
Next question. Resistance of a platinum wire at ice point and steam point is 2 ohms and 10 ohms. Find the resistance if the temperature is 400 degree, when the temperature is 400 degrees Celsius. വളരെ സിമ്പിൾ ആണ്. ലിനിയർ ഡിപ്പെൻഡൻസി ഓഫ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ R100 is equal to R0 into 1 plus alpha T എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. 100 ഡിഗ്രി സെൽഷ്യസിൽ റെസിസ്റ്റൻസ് 10 ഓം എന്നറിയാം, 0 ഡിഗ്രി സെൽഷ്യസിൽ റെസിസ്റ്റൻസ് 2 ഓം എന്നറിയാം. അത് ഉപയോഗിച്ച് ആൽഫ ഇവാലുവേറ്റ് ചെയ്യാം. Again come back to the equation R400, അതായത് 400 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് that will be equal to R0 into 1 plus 400 alpha. Now that is basically 2 into 1 plus 400 alpha. Alpha already അറിയാം. Evaluate ചെയ്യുമ്പോൾ R is equal to R400. Resistance at 400 degrees Celsius is equal to 34 ohms കിട്ടും. ഇത് ക്വിക്ക് ആയിട്ടുള്ള ആൽഫയുടെ ഫോമുല ഇക്വേറ്റ് ചെയ്തുകൊണ്ടും ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ ആ സ്റ്റെപ്പ് ഡീറ്റെയിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. Now next question is a body travels 102.5 meters in n second and 115 meters in n plus 2th second. If x is the acceleration, find 4x. Now, നമുക്ക് എസെൻത്ത് എന്നുള്ള എക്സ്പ്രഷനെ ബേസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ ഫോം ചെയ്തിരിക്കുന്നത്. എസെൻത്ത് എന്നുള്ള ഇക്വേഷൻ നന്നായിട്ട് ഓർക്കുക. ഫസ്റ്റ് കേസിൽ n സെക്കൻഡ്സ് തന്നെയാണ് പറയുന്നത്. അപ്പം n തന്നെ കൊടുത്തുകൊണ്ട് ആ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് 102.5 ആണ് n സെക്കൻഡിൽ പോകുന്ന ദൂരം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് കേസിൽ പറഞ്ഞത് 115 മീറ്റേഴ്സ് ആണ് ദൂരം. 115 മീറ്റേഴ്സ് ആണ് ദൂരം എന്ന് പറയുന്നു. n plus 2 സെക്കൻഡ് ആണ്. റീപ്ലേസ് n വിത്ത് n plus 2 ഇൻ ദ പ്രീവിയസ് ഇക്വേഷൻ. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പം പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ തോന്നും നിങ്ങൾക്ക് ഇവിടെ സ്റ്റക്കായി തോന്നുമെങ്കിലും നിങ്ങൾക്ക് ആ 2n plus 3 എന്നുള്ളതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് 2n minus 1 plus 4 എന്നാക്കി എഴുതി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷനിലേക്ക് അത് മാറും. അങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, 2n minus 1 ഗ്രൂപ്പ് ചെയ്ത് a/2 into 2n minus 1 ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ a/2 into 4 അവിടെ പിന്നെയും എക്സ്ട്രാ ഉണ്ടാവും. a/2 into 4 അവിടെ വെക്കുക. ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഫ്രം ദ പ്രീവിയസ് എക്സ്പ്രഷൻ. ബ്രിങ് ദാറ്റ് ഇൻ, സോൾവ് ഇറ്റ്, യു ഗെറ്റ് ദി ആൻസർ. എക്സിന്റെ വാല്യൂ 6.25 വരിക. ചോദിച്ചത് 4xന്റെ വാല്യൂ ആയതുകൊണ്ട് തന്നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, യു ഗെറ്റ് 25 ആസ് ദി ആൻസർ. ഓൾറൈറ്റ്, Now the next question, ഇത് കുറച്ചുകൂടെ ന്യൂമറിക്കലി കുറച്ചുകൂടെ ലോഡുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് വേരിയിങ് വിത്ത് എക്സ് ആക്സിസ് according to the function b of x is equal to 1 plus 0.2x I cap. A square loop of side 15 centimeters is placed such that its sides are parallel to x and y axis. Diagram തന്നിട്ടുണ്ടാവും. One of the corners 2,2 ആണ് അതവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. That is shown. And net force on the loop ആണ് ചോദിച്ചത്. ലൂപ്പിന്റെ മുകളിലെ നെറ്റ് ഫോഴ്സ് കാണാനാണ് പറഞ്ഞത്. ആദ്യം മനസ്സിലാക്കുക, ഈ രണ്ട് സെഗ്മെന്റുകളും ഞാൻ ഈ മൊത്തം ലൂപ്പിന് 4 സെഗ്മെന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെഗ്മെന്റും സെക്കൻഡ് സെഗ്മെന്റിലും കറണ്ട് പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലോ ആന്റി പാരലോ ആണ്. സോ I into L cross B എന്നുള്ള എക്സ്പ്രഷനിൽ L cross B എന്തായാലും അവിടെ 0 വരും. അപ്പോൾ മുകളിലത്തെ രണ്ട് ആമിലും നെറ്റ് ഫോഴ്സ് ഉണ്ടാവില്ല, ഫോഴ്സ് തന്നെ ഉണ്ടാവില്ല. ലെഫ്റ്റ് ആമിലും റൈറ്റ് ആമിലാണ് നോക്കേണ്ടത്. ലെഫ്റ്റ് ആമിലെ മാഗ്നറ്റിക് ഫീൽഡ് ഈ എക്സ് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അതിവിടെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 meters ആണ് എക്സിന്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ 1.4 ആണ് മാഗ്നറ്റിക് ഫീൽഡ് വരിക. F is equal to I into L cross B ചെയ്യുക. എല്ലിൻ്റെ ഡയറക്ഷൻ കറണ്ട് പോകുന്ന ഡയറക്ഷൻ ആയിട്ട് എടുക്കുക. L cross B ഏത് ഭാഗത്തേക്ക് ഉണ്ടാവുക നോക്കുക. ഈ കേസിൽ L cross B ഉണ്ടാവുക ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇത് കാണാൻ പറ്റും ഇവിടെ. സെക്കൻഡ് സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസമുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഏതാണ് എക്സ് ഈ ലൈൻ നിൽക്കുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. 15 centimeters ആണ് നമ്മൾക്ക് സ്ക്വയറിൻ്റെ സൈഡ് തന്നിരിക്കുന്നത്. പക്ഷേ ഈ 2,2 മീറ്റേഴ്സിലാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ തന്നിരിക്കുക എന്നുള്ള ധാരണയിൽ മീറ്റേഴ്സിലാണ് നമ്മൾ എടുക്കുന്നത്. വിച്ച് ആക്ച്വലി മീൻസ് ഈ പോയിന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2 plus 0.15 ആയിരിക്കും. 0.15 ദാറ്റ് ഇസ് 15 സെന്റിമീറ്റേഴ്സിന് 0.15 മീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് 1.43 ആണ് വരെ. അവിടെയും നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യും. ഇവൻച്വലി ആ സെക്കൻഡ് കേസിൽ എൽ വെക്ടർ താഴോട്ടും ബി വെക്ടർ റൈറ്റിലോട്ടും ആയതുകൊണ്ട് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് നമുക്ക് എൽ ക്രോസ് ബി ഉണ്ടാവുക. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ ദാറ്റ് ആൻഡ് വിൽ ബി ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ രണ്ട് ഫോഴ്സുകളും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ വിൽ ഹാവ് ടു ടേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ഫോഴ്സസ് ടു ഫൈൻഡ് ദ നെറ്റ് ഫോഴ്സ്. താഴെ ചെയ്തിട്ടുണ്ട്. ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് ഫിഗർ ഔട്ട് ദി ആൻസർ. Now next question is determine the correct expression for error in focal length of a convex lens if V is the image distance and U is the object distance and the errors in measuring U and V are delta V and delta U and delta V respectively. Now നോക്കൂ, ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനുള്ള ഇക്വേഷൻ 1/f is equal to 1/v minus 1/u എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. And then differentiate it. When you differentiate it, this is what you get. മാക്സിമം പെർമിസിബിൾ റിലേറ്റീവ് എറർ ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതുകൊണ്ട്, മാക്സിമം പെർമിസിബിൾ കേസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ യു ടേക്ക് എവറിത്തിങ് ഇസ് പ്ലസ്.
and just rearrange it, you get the correct answer. Alright, it's very easy. നമ്മൾ സാധാരണ എറേഴ്സ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ്റെയും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. സോ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ. Alright, now next question. A gas is taken through 3 different processes at 3 different densities, rho 1, rho 2 and rho 3. If the corresponding PT graphs are given, then arrange densities in the correct order. നോക്കൂ, PT ഗ്രാഫ് തന്നിരിക്കുന്നത് PV is equal to nRT എന്നുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ ഐഡിയൽ ഗ്യാസസ് ഓർത്ത് വെക്കുക. PV is ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്നുള്ള ടേമിൽ എഴുതുക, which actually will give you the answer as P is equal to rho RT by M. Rho R capital T divided by M. M is the molar mass. Now, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ വളരെ ക്ലിയർ ആണ്. P by T is actually a constant എന്ന് കിട്ടും, or P by T is actually rho R T by M എന്ന് കിട്ടും. പക്ഷേ വേറെ വേറെ ഡെൻസിറ്റീസ് ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ ക്ലിയർ ആണ്, P by T is actually proportional to rho എന്ന് മനസ്സിലാവും. ഇത് വളരെ ക്ലിയർ ആണ്, P by T is proportional to rho. Now, in this equation, in this graph, P by T എന്ന് പറയുന്നത് is actually the slope of the PT graph. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ P by T ഇവാലുവേറ്റ് ചെയ്ത് നോക്കൂ, ഈ ഒരു പോയിന്റിൽ P by T ഇവാലുവേറ്റ് ചെയ്ത് നോക്കൂ, ദാറ്റ് വിൽ ബി ആക്ച്വലി ദ സ്ലോപ്പ് ഓഫ് ദിസ് PT ഗ്രാഫ്. ബേസിക്കലി സ്ലോപ്പ് ഓഫ് ദ PT കർവ് ആണ് നിങ്ങൾക്ക് റോന് പ്രപ്പോർഷൻ ആയിട്ട് കിട്ടുക. അപ്പം നല്ല സ്ലോപ്പ് ഉള്ള ആൾക്ക് നല്ല ഡെൻസിറ്റി ഉണ്ടാവും. ഹൈ PT ഗ്രാഫ് സ്ലോപ്പ് ഉള്ള സിറ്റുവേഷന് ഹൈ ഡെൻസിറ്റി ഉണ്ടാവും. അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ളത് തേർഡ് സാമ്പിളിനാണ്. റോ 3 വിൽ ബി ഗ്രേറ്റർ ദാൻ റോ 2 വിൽ ബി ഗ്രേറ്റർ ദാൻ റോ 1 വിൽ ബി ദി ആൻസർ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Graphical representation of various kinetic energies, variation of kinetic energy with radius of the orbit of an electron revolving around the nucleus of an atom is represented by. Basically what you need is a relation between the kinetic energy of a revolving electron and the radius of the orbit. നോക്കൂ, ഞാൻ ആ സിറ്റുവേഷൻ ഒന്ന് ജസ്റ്റ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇറ്റ്സ് വെരി ക്ലിയർലി റിട്ടൺ ദെയർ. mv² becomes kze² by r. Just multiply with 1/2, you get 1/2 mv², that is half mv², or kinetic energy is actually proportional to 1/r. ആ പ്രപ്പോർഷണാലിറ്റിയുടെ ഗ്രാഫിക്കൽ അനാലിസിസ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണുന്നത്. ദാറ്റ്സ് ഓൾസോ അഗൈൻ വെരി ഈസി. നൗ next question. A temperature change of 40 degrees Celsius corresponds to a temperature change of dash in Fahrenheit. നോക്കൂ, ഇതാണ് ആ ഇക്വേഷൻ. ഫാരൻഹൈറ്റ് ടു ഡിഗ്രി സെൽഷ്യസ് കൺവേർഷണൽ ഇക്വേഷൻ ആണ്. വളരെ ക്ലിയർ ആയിട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹൈറ്റ് വിൽ ബി ഈക്വൽ ടു 9/5 ടൈംസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് അതിനെ ഡെൽറ്റ എടുത്ത് കാണാൻ പറ്റും, വിച്ച് വിൽ ആക്ച്വലി ഗിവ് യു ദ ആൻസർ 72 ഡിഗ്രി ഫാരൻഹൈറ്റ്. Okay, it's again a very straightforward question. Session 1 നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വി ആർ സീയിങ് എ പാറ്റേൺ ദാറ്റ് ദർ ആർ ലോട്ട് ഓഫ് ഈസി ക്വസ്റ്റ്യൻസ്. വളരെ റെയർ ആയിട്ട് മാത്രമേ കുറച്ച് ന്യൂമറിക്കൽ ഇവാലുവേഷനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കാം. ആൻഡ് വിൽ ഓൾസോ ടോക്ക് അബൌട്ട് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ടു ബി കൺസിഡേർഡ് when you see this paper. For now, we will go to the discussion of the chemistry paper. All right. Thank you for listening. We'll be back very soon. Okay, sir. Hi, Makala. Good evening. Yes. Just on the file, I drop here. Yes. Okay. Alpha അല്ലേ? യെസ്. ഗുഡ് ഈവനിങ് ഓൾ. വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. യെസ്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് 1 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മക്കളെ. കെമിസ്ട്രി റിലേറ്റീവ്ലി വളരെ ഈസിയർ ആയിട്ട് നടന്ന പേപ്പറാണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ. യെസ് മക്കളെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ഓൺലി വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് പോസിബിൾ. ഇപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. റെഡിയാണേ?
മക്കളെ സ്കാൻഡിയം നിങ്ങൾക്കറിയാം, സ്കാൻഡിയം +3 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമാണ് കാണിക്കുന്നത് സ്കാൻഡിയം. അപ്പോൾ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ സ്കാൻഡിയം +3 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുക. അതേപോലെ ഒന്ന് ആഡ് ചെയ്യാനുള്ള സിങ്ക് എടുത്താൽ സിങ്ക് വെറും +2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുന്നത്. അതല്ലാതെ ടൈറ്റാനിയം മുതൽ കോപ്പർ വരെയുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. സ്കാൻഡിയം +3 സ്റ്റേറ്റിൽ നിങ്ങൾക്കറിയാം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. ആൻഡ് സ്കാൻഡിയം എക്സിബിറ്റ്സ് ഓൺലി +3 സ്റ്റേറ്റ്. അപ്പോൾ സ്കാൻഡിയം തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. among the following the decreasing order of basic strength will be? So you have given OH minus ion, hydroxide ion, hydride ion ഉണ്ട്, ഫോമേറ്റ് ion ഉണ്ട്, അസെറ്റേറ്റ് ion ഉണ്ട്, ആൽക്കോക്സൈഡ് ion ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു ആൻസർ ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഈ തന്നിട്ടുള്ള അയോണുകളുടെ ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ കോൺജുഗേറ്റ് ആസിഡ്സ് കാണാം. മക്കളെ നിങ്ങൾ പറയും ഏതാ OH മൈനസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ആരാണ്? OH മൈനസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് H2O ആണ്. അതുപോലെ H മൈനസ് എന്ന ബേസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രോജൻ ആണ്. അതുപോലെ ഫോമേറ്റ് അയോണിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ഫോമിക് ആസിഡ് ആണ്. റെഡിയാ? അതുപോലെ അസെറ്റേറ്റ് അയോണിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് അസെറ്റിക് ആസിഡ് ആണ്. ആൽക്കോക്സൈഡിൻ്റെ ആൽക്കഹോൾ ആണ്. ആൻഡ് മക്കളെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഒരു വീക്ക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ് ആയിരിക്കും. ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് എ വീക്ക് ആസിഡ് ഇസ് സ്ട്രോങ്ലി ബേസിക് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. ആസിഡ് വീക്ക് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ് ആയിരിക്കും. ഇതാണ് ഐഡിയ. അപ്പോൾ നിങ്ങൾ പറ, ഈ തന്നത് പേരുടെ അസിഡിക് സ്ട്രെങ്ത് നമുക്കറിയാവുന്നുള്ളൂ. വാട്ടർ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അതിലേറ്റവും അസിഡിക് ക്യാരക്ടർ കുറവ് ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതൽ അസിഡിക് ക്യാരക്ടറിൽ കാർബോക്സിലിക് ആസിഡിനാണ്. അതിൽ തന്നെ ഫോമിക് ആസിഡും അസെറ്റിക് ആസിഡും ഉണ്ട്. അസെറ്റിക് ആസിഡിൽ മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ ദർ ഈസ് +I എഫക്റ്റ്. മീഥൈൽ ഗ്രൂപ്പിൻ്റെ +I എഫക്റ്റ് ഉണ്ട്, വിച്ച് ഡിക്രീസസ് ദ അസിഡിക് ക്യാരക്ടർ. സോ ഫോമിക് ആസിഡ് ആണ് അസെറ്റിക് ആസിഡിനേക്കാൾ അസിഡിക് ആയിട്ടുള്ളത്. അസെറ്റിക് ആസിഡിനേക്കാൾ അസിഡിക് ഫോമിക് ആസിഡ് ആണ്. സോ തന്നതിൽ ഏറ്റവും ഉയർന്ന അസിഡിക് സ്ട്രെങ്ത് ഉള്ളത് ഫോമിക് ആസിഡിനാണ്. അതുകൊണ്ട് തന്നെ ഫോമേറ്റ് അയോൺ ആയിരിക്കും ലീസ്റ്റ് ബേസിക് അയോൺ. ഫോമേറ്റ് അയോൺ ആണ് ലീസ്റ്റ് ബേസിക് അയോൺ. ഫോമേറ്റിൻ്റെ നമ്പർ ഇവിടെ തന്നിട്ടുള്ളത് 3 ആണ്. സോ 3 ആയിരിക്കണം ബേസിക് ക്യാരക്ടർ ഏറ്റവും കുറഞ്ഞ ആൾ. അങ്ങനത്തെ 2 ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ അസെറ്റേറ്റാണ് വരേണ്ടത്. സോ അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ഫോമിക് ആസിഡ്, അസെറ്റിക് ആസിഡ്, വാട്ടർ, ആൽക്കഹോൾ, ഹൈഡ്രജൻ. ഇതാണ് അസിഡിക് ക്യാരക്ടറിൻ്റെ ഡിക്രീസിങ് ഓർഡർ. അപ്പോൾ അവരുടെ കോൺജുഗേറ്റ് ബേസിൻ്റെ ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ നേരെ തിരിച്ചാണ് പറയേണ്ടത്. ഹൈഡ്രജൻ ആണ് ഏറ്റവും ലീസ്റ്റ് അസിഡിക് ആയിട്ടുള്ളതെങ്കിൽ ഹൈഡ്രൈഡ് അയോൺ ആണ് മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള അയോൺ. ഹൈഡ്രജനിൽ നിന്ന് വന്ന കോൺജുഗേറ്റ് ബേസ് ആയ ഹൈഡ്രൈഡ് ആണ് മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള അയോൺ എന്ന് പറയുന്നത് തന്നതിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ മക്കളെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് മാക്സിമം ഡൈപോൾ മൂമെൻറ്റ്? ഈ തന്നതിൽ ആർക്കാണ് ഡൈപോൾ മൂവ്മെൻറ്റ് കൂടുതലുള്ളത്? വളരെ സിമ്പിൾ ചോദ്യമാണ് മക്കളെ. PF5 ഉണ്ട്, PCl5 ഉണ്ട്. PF5 ആൻഡ് PCl5 ബോത്ത് ആ ട്രൈഗണൽ ബൈപിരമിഡ് അല്ലേ? രണ്ടും ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രിയാണ്. 5 ബോണ്ട് പെയർ മാത്രമുള്ള ജോമെട്രിയാണ്. സോ ദാറ്റ് ഈസ് റെഗുലർ ജോമെട്രി വിത്ത് ഐഡന്റിക്കൽ സറൗണ്ടിങ് ആറ്റംസ്. PF5നെ സംബന്ധിച്ച് PCl5 എടുത്താലും ബോത്ത് ഹാവ് ഗോട്ട് എന്ത് റെഗുലർ ജോമെട്രി വിത്ത് ഐഡന്റിക്കൽ സറൗണ്ടിങ് ആറ്റംസ്. റെഗുലർ ജോമെട്രി ലീനിയർ, ട്രൈഗണൽ പ്ലാനാർ, ടെട്രാഹൈഡ്രൽ, ട്രൈഗണൽ ബൈപിരമിഡൽ, ഒക്ടാഹൈഡ്രലൊക്കെ ഒരേ ടൈപ്പ് സറൗണ്ടിങ് ആറ്റവും വേണം, എന്നാലേ ബോണ്ട് വെക്ടേഴ്സ് ക്യാൻസൽ ചെയ്തു പോവുള്ളൂ. സോ സിമിലർ ടൈപ്പ് ഐഡന്റിക്കൽ സറൗണ്ടിങ് ആറ്റംസ് വരികയും ജോമെട്രി റെഗുലർ ആവുകയും ചെയ്യുമ്പോൾ നെറ്റ് ഡൈപോൾ മൂവ്മെൻറ്റ് 0 ആയിരിക്കും. സോ PF5ൻ്റെയും PCl5നും റെഗുലർ ജോമെട്രി ഉണ്ട് വിത്ത് ഐഡന്റിക്കൽ സറൗണ്ടിങ് ആറ്റംസ്. അപ്പോൾ നെറ്റ് ഡൈപോൾ മൂവ്മെൻറ്റ് 0 ആണ്. ആ ഐഡന്റിക്കൽ സറൗണ്ടിങ് ആറ്റംസ് എന്ന പോയിന്റ് നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ ക്ലോറോഫോം എടുത്താൽ ക്ലോറോഫോമിൻ്റെ ഫോർമുല എന്താ? CHCl3 ആണ്. CHCl3 എന്ന് പറയുമ്പോൾ 3 ക്ലോറിനും 1 ഹൈഡ്രജനുമാണ് സറൗണ്ടിങ് ആറ്റം. അപ്പോൾ വെക്ടേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോവില്ല. So chloroform has got net dipole moment. It has got a permanent value of dipole moment. So it is polar. Chloroform is polar and it has dipole moment. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. മറിച്ച് PF5ഉം PCl5ഉം നമുക്ക് തന്നു. രണ്ടിനും റെഗുലർ ജോമെട്രി ആണ് വിത്ത് ഐഡന്റിക്കൽ സറൗണ്ടിങ് ആറ്റം. ഇനി NH3 NF3 ഡൈപോൾ മൂവ്മെന്റ് കമ്പാരിസൺ NCERTയിലെ ക്വസ്റ്റ്യൻ ആണ്. NCERTയുടെ സോൾഡ് എക്സാമ്പിൾ ആയിരുന്നല്ലോ NF3 NH3 ഡൈപോൾ മൂവ്മെന്റ് കമ്പാരിസൺ. എങ്ങനെ നമ്മൾ ചെയ്യുക? NH3 എടുത്താലും NF3 എടുത്താലും ബോത്ത് ഹാവ് സെയിം സ്ട്രക്ചർ, പിരമിഡൽ സ്ട്രക്ചർ അല്ലേ? രണ്ടിനും പിരമിഡൽ ഷേപ്പാണ് ഉള്ളത്. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ് രണ്ടിലും ഉള്ളത്. അതേസമയം NH3 നമ്മൾ എടുത്താൽ, കമ്മിങ് ടു NH3യിൽ ബോണ്ട് ഡൈപോൾ മൂവ്മെൻറ്റിൻ്റെ ലോൺ പെയർ ഡൈപോൾ മൂവ്മെൻറ്റിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക്
ഓൾമോസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ബോണ്ട് മൂവ്മെൻറ്റ്സ്. എക്സാക്ട്ലി സെയിം ഡയറക്ഷൻ ആണെന്നല്ല, ബോണ്ട് മൂവ്മെൻറ്റ്സ് മുകളിലേക്കാണ്, നെറ്റ് ബോണ്ട് മൂവ്മെൻറ്റ്, അതുപോലെ ലോൺ പെയർ മൂവ്മെൻറ്റ് മുകളിലേക്കാണ്. അപ്പോൾ വെക്ടേഴ്സ് ആഡ് ചെയ്യും, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻക്രീസ് ആവും. എന്നാൽ ഇവിടെ ലോൺ പെയർ മൂവ്മെൻറ്റും ബോണ്ട് മൂവ്മെൻറ്റ്സും നോക്കിയാൽ ബോണ്ട് മൂവ്മെൻറ്റ്സും ലോൺ പെയർ മൂവ്മെൻറ്റും ഒപ്പോസിങ് ആണ്. സോ നെറ്റ് ഡൈപോൾ മൂവ്മെൻറ്റ് ഡിക്രീസ് ആവും. സോ NF3 ഡൈപോൾ മൂവ്മെൻറ്റ് NH3യേക്കാൾ കുറവാണ്. സോ മോർ മ്യൂ ഉള്ളത് ആർക്കാണ്? NH3ക്കാണ്. സോ NH3ക്കാണ് മാക്സിമം ഡൈപോൾ മൂവ്മെൻറ്റ് ഉള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? റെഡി അല്ലേ? NF3 NH3 കമ്പാരിസൺ ഒരു ഡൗട്ട് ഇല്ലല്ലോ. നെക്സ്റ്റ്, which of the following is the correct order of first ionization enthalpy? നമുക്ക് കുറച്ച് എലിമെന്റ്സ് തന്നിട്ടുണ്ട്. ഇവരെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡറിൽ എഴുതണം. റെഡിയാണേ? സാർ അവിടെ വെള്ളം ഉണ്ടായിരുന്നോ? which of the following is the correct order of first ionization enthalpy? ശ്രദ്ധിക്കാം. അപ്പോൾ ആരൊക്കെ അവിടെ തന്നിട്ടുള്ള എലമെന്റ്സ്? ബെറിലിയം ഉണ്ട്, ബോറോൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പിൽ, 13th ഗ്രൂപ്പിൽ, 15th ഗ്രൂപ്പിൽ, 16th ഗ്രൂപ്പിൽ, 17th ഗ്രൂപ്പിൽ. അതിനിടയ്ക്ക് കാർബൺ മിസ്സായിന്നേ ഉള്ളൂ. നമുക്ക് ആ ഓർഡർ നോക്കാം. നിങ്ങൾ പറ, ബെറിലിയം സെക്കൻഡ് ഗ്രൂപ്പ്, ബോറോൺ 13th ഗ്രൂപ്പ്, കാർബൺ അവിടെ ഇല്ല, നൈട്രജൻ 15th ഗ്രൂപ്പ്, ഓക്സിജൻ 16th ഗ്രൂപ്പ്, ഫ്ലൂറിൻ 17th ഗ്രൂപ്പ്. എന്താ ജനറൽ ട്രെൻഡ്? അയണൈസേഷൻ എൻതാൽപ്പിയുടെ ജനറൽ ട്രെൻഡ്, ആസ് യു മൂവ് അലോങ് ദ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ionization enthalpy increases. Ionization enthalpy increases from left to right generally, but there are two exceptions. രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട് മക്കളെ, മറക്കരുത്. ഏതൊക്കെയാ? സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിന് കറസ്പോണ്ടിങ് 13th ഗ്രൂപ്പ് എലമെന്റിനേക്കാൾ ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. ബെറിലിയത്തിന് ബോറോണിനേക്കാൾ ഉയർന്ന അയണൈസേഷൻ എനർജി ഉണ്ട്. ബെറിലിയത്തിന് ബോറോണിനേക്കാൾ ഉയർന്ന അയണൈസേഷൻ എനർജി ഉണ്ട്, ബട്ട് കാർബണേക്കാൾ ഉയർന്ന അയണൈസേഷൻ എനർജി ഇല്ല. മറക്കരുത്. റെഡി? ബെറിലിയത്തിൻ്റെ അയണൈസേഷൻ എനർജി വാല്യൂ ബോറോണിനേക്കാൾ കൂടുതലാണ്. മെഗ്നീഷ്യത്തിൻ്റെ അയണൈസേഷൻ എനർജി വാല്യൂ അലൂമിനിയത്തേക്കാൾ കൂടുതലാണ്. മെഗ്നീഷ്യത്തിൻ്റെ അയണൈസേഷൻ എനർജി വാല്യൂ അലൂമിനിയത്തേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ട്? സെക്കൻഡ് ഗ്രൂപ്പിൽ ബെറിലിയം ഔട്ടർ കോൺഫിഗറേഷൻ NS2 ആണ്, സ്റ്റേബിൾ S2 കോൺഫിഗറേഷനും പിന്നെ S എന്ന് റിമൂവ് ചെയ്യുന്ന സമയത്തുള്ള ഗ്രേറ്റർ പെനിട്രേഷൻ എഫക്റ്റും ആണ് സെക്കൻഡ് ഗ്രൂപ്പിന് more ionization enthalpy സമ്മാനിക്കുന്നത് than elements of group 13. And coming to group 15 and 16, there also എന്ത് കാണാം? എക്സെപ്ഷൻ കാണാം. എന്താ അത്? 15th ഗ്രൂപ്പിന്റെ അയണൈസേഷൻ എനർജി 16th ഗ്രൂപ്പിലുള്ള കറസ്പോണ്ടിങ് മെമ്പേഴ്സിനേക്കാളും കൂടുതലാണ്. എന്തേ കാരണം? നൈട്രജന്റെ വാലൻസ് കോൺഫിഗറേഷൻ NS2 NP3 ഹാഫ് ഫിൽഡ് പി സബ് ഷെല്ലാണ് നൈട്രജന്. ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ സ്റ്റെബിലിറ്റി കാരണം 15ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റിന്റെ അയണൈസേഷൻ എനർജി ഇറ്റ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ ഗ്രൂപ്പ് 16. സോ നൈട്രജൻ ഓക്സിജനേക്കാൾ ഉയർന്ന അയണൈസേഷൻ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ മക്കളെ, ഏതാ അയണൈസേഷൻ എനർജിയുടെ ഓർഡർ? ദ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസസ് ആ. ബെറിലിയം ആദ്യം എഴുതരുത്, കാരണം ബോറോൺ അതിനേക്കാൾ കുറവാണ്. സോ സ്റ്റാർട്ട്സ് വിത്ത് ബോറോൺ. ബോറോൺ ഏറ്റവും കുറവ്. ദെൻ ബെറിലിയം കംസ്, ഓക്സിജൻ കംസ്, ദെൻ ഓക്സിജൻ വന്നു, പിന്നെ നൈട്രജൻ ആൻഡ് ദെൻ ഫ്ലൂറിൻ. ദിസ് ഇസ് ദ ഓർഡർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏതാ ആൻസർ വരേണ്ടത്? ബോറോണ്, ബെറിലിയം, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരേണ്ടത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ആർ ഗിവൺ ദ ഫോളോയിങ് ഗ്രാഫ്സ് ബിറ്റ്വീൻ പി ആൻഡ് ടി. പ്രഷറിനും ടെമ്പറേച്ചറിനും ഇടയിലുള്ള ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ആൻഡ് 3 ലൈൻസ് തന്നിട്ടുണ്ട്, ρ1 ρ2 ρ3. ഡെൻസിറ്റി ആണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യാൻ വേണ്ടി അത് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ മക്കളെ. എന്താ ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ? PM is equal to ρRT ആണ്. PM is equal to ρRT ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. PM equal to ρRT. വോളിയം ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷനാണ് PM equal to ρRT. അങ്ങനെയാണെങ്കിൽ P/T equal to ρR/m എന്ന് എഴുതാം അല്ലേ? P/T equal to ρR/m. നമ്മുടെ ഗ്രാഫിൽ y ആക്സിസിൽ പിയും എക്സ് ആക്സിൽ ടിയും ഉള്ള. സോ P/T എന്ന് പറഞ്ഞാൽ ΔP/ΔT അത് സ്ലോപ്പാണ്. സോ സ്ലോപ്പ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ. സോ മോർ സ്ലോപ്പ് ഉള്ളതിനാണ് മോർ റോ ഉള്ളത്. അയാളുടെ സ്ലോപ്പ് ഇസ് പ്രൊപ്പോർഷണൽ ടു റോ. സ്ലോപ്പാണ് P/T ഓർ ΔP/ΔT വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു റോ. അപ്പോൾ ഏത് ഗ്രാഫിനാണോ മോർ സ്ലോപ്പ് ഉള്ളത് അയാൾക്കാണ് മോർ റോ ഉള്ളത്. ഏതിനാ കൂടുതൽ സ്ലോപ്പ് ഉള്ളത്? ρ1 എഴുതിയതിനാണ്. സോ ρ1 ഗ്രേറ്റർ ദെൻ ρ2 ഗ്രേറ്റർ ദെൻ ρ3 ആണ് ആൻസർ വരേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ആർ sp3 ഹൈബ്രിഡൈസ്ഡ്? ഇതിൽ എത്ര എണ്ണം sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്? ഓക്കെ, ഇതിൽ NO2 മൈനസ് അല്ല നമുക്ക് വന്നത്, NO3 മൈനസ് ആണ് വന്നത് കേട്ടോ. NO3 മൈനസ് ആണ്. NO2 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. NO2 ഓഡ് മോളിക്യൂളാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് NO2ൻ്റെ സ്ട്രക്ചർ വരിക. sp2 ആണ് ഹൈബ്രിഡൈസേഷൻ വരിക. ഇവിടെ നമുക്ക് NO2 അല്ല തന്നത്, മറിച്ച് NO3 മൈനസ് ആണ് തന്നത്. ഓക്കെ, NO3 മൈനസ്. അപ്പോൾ എന്താ NO3 മൈനസിൻ്റെ സ്ട്രക്ചർ?
N double bond O, coordinate bond O, സിംഗിൾ ബോണ്ട് O മൈനസ്. ദിസ് ഇസ് NO3 മൈനസ്. മക്കളെ ഈ NO3 മൈനസ് എടുത്തു കഴിഞ്ഞാൽ NO3 മൈനസിന് ചുറ്റും 3 സിഗ്മ ബോൺസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. NO3 മൈനസിന് ചുറ്റും വി ക്യാൻ സി എത്ര 3 സിഗ്മ ബോൺസ്. നോക്കിയതാ 1 2 3 ആൻഡ് പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഹൈബ്രിഡൈസേഷൻ കാണാനുള്ള ഷോർട്ട് കട്ട് പറഞ്ഞാൽ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് പ്ലസ് ലോൺ പെയർ നോക്കിയാൽ മതി. സിഗ്മ ബോൺസ് പ്ലസ് ലോൺ പെയർ ഓർബിറ്റൽ നോക്കുക. അതാണ് ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റെറിക് നമ്പർ. അപ്പോൾ 3 സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ sp2 ആണ്. സോ sp2 ആണ് ഹൈബ്രിഡൈസേഷൻ. അതേസമയം NH3 എടുത്താൽ NH3ൽ നിങ്ങൾക്ക് കാണാം 3 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറും ആണ്. 3 സിഗ്മ ബോണ്ട് ഒരു ലോൺ പെയറും sp3 ആണ്. ClO2 മൈനസ് ഇവിടെ ഉള്ളത് NH3 ഉണ്ട്, ClO2 മൈനസ് ഉണ്ട്, ClO3 മൈനസ് ഉണ്ട്. ആരാ ClO3 മൈനസ്? ClO3 മൈനസിൻ്റെ ക്ലോറിൻ്റെ ഹൈബ്രിഡൈസേഷൻ കാണാനാണ്. വളരെ എളുപ്പത്തിൽ കാണാം. സ്ട്രക്ചർ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എങ്ങനെ ClO3 മൈനസ് നമ്മൾ എടുത്താൽ ക്ലോറിനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാകും നിങ്ങൾ പറയും? ക്ലോറിനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 7. ആ -1 കൂട്ടിയെടുത്താൽ 8. 3 ഓക്സിജൻ അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ 6 എണ്ണം തീർന്നുപോയി. 6 എണ്ണം തീർന്നുപോയി എന്ന് പറഞ്ഞാൽ 3 ബോണ്ട് പെയറായി, ഒരു ഇലക്ട്രോൺ പെയറുള്ള ബാക്കിയുണ്ട്. അപ്പോൾ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണ് VSEPR തിയറി പ്രകാരം കടന്നു വരേണ്ടത്. 3-1 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ. 3 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ. 3 + 1 4 ആണ്. സ്റ്റെറിക് നമ്പർ 4 ആണെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അത് ClO2ലേക്ക് വരും. ClO2 മൈനസിലേക്ക് വരുമ്പോൾ ക്ലോറിൻ അഗെയിൻ 7 വാലൻസ് ഇലക്ട്രോൺ, -1 കൂട്ടിക്കോ 8. 2 ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് പറഞ്ഞാൽ 4 എണ്ണം തീർന്നുപോയി അല്ലേ? 8 എണ്ണം ഉണ്ട്. 8 എണ്ണത്തിൽ 2 ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് പറഞ്ഞാൽ 4 എണ്ണം തീർന്നുപോയി. ബാക്കി 4 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 പെയറുണ്ട്. സോ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണ്. മൾട്ടിപ്പിൾ ബോൺസിനൊക്കെ സിംഗിൾ ആയിട്ട് കൗണ്ട് ചെയ്താൽ മതിയല്ലോ VSEPRൽ. സോ 2 + 2 അഗെയിൻ 4 ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ആൻഡ് NH3 എടുത്തു കഴിഞ്ഞാലോ മക്കളെ, NH3ൽ നൈട്രജനാണ് സെൻട്രൽ ആറ്റം. നൈട്രജനിൽ 5 വാലൻസ് ഇലക്ട്രോൺസാ. 3 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്താലും ദർ ഈസ് എ ലോൺ പെയർ. 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്, ഒരു പെയർ ബാക്കിയുണ്ട്. സോ 3-1 പിരമിഡലാണ്. 4 ആണ് ഹൈബ്രിഡ് സ്റ്റേറ്റ് വരേണ്ടത്. സിഗ്മ ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ 4 ആണ്. അതാണ് സ്റ്റെറിക് നമ്പർ. ആൻഡ് ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. സ്ട്രക്ചർ വരച്ചിട്ടും ചെയ്യാം, അങ്ങനെ ഞാൻ നൽകിയിട്ടുണ്ട്. ClO3 മൈനസ്, ClO2 മൈനസ്, NH3. NO2 ആയിരുന്നില്ല, NO3 മൈനസ് ആണ്. അതിൽ sp2 ആണ് ഹൈബ്രിഡൈസേഷൻ. സോ sp3 ഉള്ള എത്ര എണ്ണം ഉണ്ടെന്ന ക്വസ്റ്റ്യൻ. ആൻഡ് sp3 ഹൈബ്രിഡൈസേഷൻ സെൻട്രൽ ആറ്റത്തിന് വരുന്ന 3 എണ്ണമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? Okay. Now, the total number of chain isomers possible for a compound with molecular formula C7H16. അല്ല, C7H16 എന്ന് പറഞ്ഞാൽ ഹെപ്റ്റെയിൻ ആണ്. ഹെപ്റ്റെയിൻ. അപ്പോൾ ഏതൊക്കെയാണ് ഹെപ്റ്റെയിൻ പോസിബിൾ ആയിട്ടുള്ള ചെയിൻ ഐസോമേഴ്സ്? ഒന്ന് നോർമൽ ഹെപ്റ്റെയിൻ തന്നെയാണ്. നോർമൽ ഹെപ്റ്റെയിൻ ഉണ്ട്. അടുത്തത് രണ്ടാമത്തത് 2-methyl-hexane. അതായത് ഒന്ന് ബ്രാഞ്ച് ആക്കും. 6 കാർബൺ ലെങ്ത് വെച്ചു, ഒന്ന് ബ്രാഞ്ച് ആക്കുകയാണ്. സോ 2-methyl വരാം, 3-methyl വരാം. അനി ഇവിടെയൊക്കെ വന്നാൽ അത് 3 തന്നെയാണ്. അപ്പോൾ 2-methyl ഉണ്ട്, 3-methyl ഉണ്ട്. അതാണ് അടുത്തത്. ഇനി മക്കളെ നമ്മൾ 5 കാർബൺ ചെയിനിൽ കൊടുക്കാൻ പോവുക, 2 എണ്ണം ബ്രാഞ്ച്. അപ്പോൾ അതിൽ 2,2-dimethyl വരാം, 2,3-dimethyl വരാം, 2,4-dimethyl വരാം, 3,3-dimethyl വരാം, അതുപോലെ 3-ethyl വരാം. പിന്നെ 3 ബ്രാഞ്ച് വരുന്ന ബ്യൂട്ട് ചെയിനാക്കി എടുത്തു കഴിഞ്ഞാൽ 2,2,3 ട്രൈമീഥൈൽ ബ്യൂട്ടൈൻ ഉണ്ട്. അപ്പോൾ ഓൾ ടുഗദർ ദർ ആർ 9 ചെയിൻ ഐസോമേഴ്സ്. അപ്പോൾ 9 ചെയിൻ ഐസോമേഴ്സ് ആണ് ഹെപ്റ്റെയിൻ എന്ന് പറയുന്ന മോളിക്യൂളിന് അവൈലബിൾ ആയിട്ടുള്ളത്. മക്കളെ റെഡിയാണേ? ഹെക്സൈൻ 5 ആണ്, അതുപോലെ പെൻറ്റെയിൻ 3 ആണ്, മറക്കരുത്. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് 1 ഒന്ന് നോക്കിയാലോ മക്കളെ. ആൽഡോൾ കണ്ടൻസേഷൻ ഇസ് കോസ്ഡ് ബൈ അസിഡിറ്റി ഓഫ് ആൽഫ ഹൈഡ്രജൻ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ക്രോസ് ആൽഡോൾ ഇസ് നോട്ട് പോസിബിൾ ബിറ്റ്വീൻ PHCHO അല്ല, PHCHO എന്ന് പറഞ്ഞാൽ ബെൻസാൾഡിഹൈഡ് ആൻഡ് CH3CHO. അത് പോസിബിൾ അല്ല എന്നാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് എത്തനാൽ ഹാസ് ഗോട്ട് ആൽഫ ഹൈഡ്രജൻ. എത്തനാളിൻ്റെ കയ്യിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. PHCHO എന്ന് പറയുന്ന ബെൻസാൾഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലെങ്കിലും എത്തനാൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഒരു ക്രോസ് പ്രോഡക്റ്റിന് ചാൻസ് ഉണ്ട്. എത്തനാളിനും ബെൻസാൾഡിഹൈഡിനും ഇടയിൽ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ പോസിബിൾ ആണ്. സോ എന്താ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞാൽ ആൽഡോൾ കണ്ടൻസേഷൻ ഇസ് ഡ്യൂ ടു അസിഡിറ്റി. നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ്റെ മെക്കാനിസം പഠിച്ചവരല്ലേ? എന്താ മെക്കാനിസം? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡയലൂട്ട് ആൽക്കലി ആൽഫ ഹൈഡ്രജനെ ന്യൂട്രലൈസ് ചെയ്യുക. അതായത് നമ്മൾ ആൽഫ ഹൈഡ്രജനുള്ള ആൽഡിഹൈഡിൽ നിന്ന് അസിഡിക് ആൽഫ ഹൈഡ്രജനെ പൊക്കിയെടുക്കുക എന്നുള്ളതാണ്
ആദ്യ സ്റ്റെപ്പിൽ നമ്മുടെ ബേസ് ചെയ്യുക. അപ്പോൾ വാട്ടർ ഉണ്ടായി, ഒരു കാർബാനയോൺ ഉണ്ടായി. ഈ കാർബാനയോൺ ആണ് ന്യൂക്ലിയോഫൈൽ ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ആൽഡിഹൈഡ് മോളിക്യൂളിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ഈ കാർബാനയോൺ ആണ്. അതിലൂടെയാണ് നമുക്ക് ആൾഡോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടുന്നത്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഈനാൾ, ദാറ്റ് ഈസ് കോൾഡ് ആൾഡോൾ കണ്ടൻസേഷൻ. സോ എനിവേ ആൾഡോൾ കണ്ടൻസേഷൻ ആൻഡ് ആൾഡോൾ റിയാക്ഷൻ ഡ്യൂ ടു അസിഡിറ്റി ഓഫ് ആൽഫ ഹൈഡ്രജൻ. ക്ലിയർ ആണ്? സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഇനി ക്രോസ് ആൾഡോൾ പ്രോഡക്റ്റ് എഴുതാനുള്ള ട്രിക്കൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല, എന്നാലും പറയാം. ക്രോസ് ആൾഡോളിന്റെ പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം? 2 ആൽഡിഹൈഡ് മോളിക്യൂൾ അടുപ്പിച്ച് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നാമത്തെ മോളിക്യൂളിന്റെ കാർബോണൈൽ ഗ്രൂപ്പ് രണ്ടാമത്തെ മോളിക്യൂളിൻ്റെ ആൽഫ കാർബൺ ഫേസ് ചെയ്യുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ മോളിക്യൂളിൽ നിന്ന് 2 ഹൈഡ്രജനും ഈ കാർബോണിൽ ഓക്സിജനും കൂടെ ചേർത്ത് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുക. അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് പ്ലേസ് ചെയ്യുക. ഇതാണ് ആൾഡോൾ കണ്ടൻസേഷൻ്റെ പ്രോഡക്റ്റ് ചെയ്താനുള്ള ട്രിക്ക്. ആൾഡോൾ പ്രോഡക്റ്റ് അല്ല, ഈനാള് ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് ഹീറ്റ് ചെയ്യുമ്പോഴുള്ള പ്രോഡക്റ്റ് ചെയ്താനുള്ള ട്രിക്ക്. ഓക്കെ, ഇത് NCERT കൊടുത്ത എക്സാമ്പിളും കൂടെയാണ് മനസ്സിലാക്കുക. ഓക്കെ, NCERT നിങ്ങൾ ക്രോസ് ആൾഡോൾ എടുത്ത് നോക്കൂ, പേടിക്കാനൊന്നുമില്ല. NCERT ക്രോസ് ആൾഡോൾ എടുത്ത് നോക്ക്, കാണാം. ഓക്കെ, റെഡി? വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഗിവ് ലസൈൻസ് ടെസ്റ്റ്? ഏതാണ് ലസൈൻസ് ടെസ്റ്റ് തരാത്തത്? മക്കളെ, ലസൈൻസ് ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാം എന്തിനു വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണെന്നൊക്കെ അറിയാമല്ലോ. നൈട്രജൻ്റെ ഹാലജൻ്റെ ഒക്കെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ ഹൈഡ്രസീൻ ആണ്. എല്ലാവരും നൈട്രജനുള്ള കോമ്പൗണ്ടുകൾ തന്നെയാണ്. യൂറിയ എന്ന് പറഞ്ഞാൽ NH2CO NH2 വരും. ആസോബെൻസീൻ എന്ന് പറയുമ്പോഴും 2 ബെൻസീൻ റിങ്ങിനിടയിൽ N ഡബിൾ ബോണ്ട് N വരുന്നു. ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ N2H4 ആണ്. ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ N2H4 ആണ്. അപ്പോൾ ഈ തന്നതിലെ ഹൈഡ്രസീൻ്റെ പ്രത്യേകത, ഹൈഡ്രസീനിൽ നൈട്രജൻ ഉണ്ടെങ്കിലും ദർ ഇസ് നോ കാർബൺ. ഹൈഡ്രസീനിൽ കാർബൺ ഇല്ല. ഹൈഡ്രസീൻ N2H4 ആണ്. അതൊരു നൈട്രജൻ്റെ ഹൈഡ്രേറ്റ് മാത്രമാണ്, വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ കാർബൺ. കാർബൺ ഇല്ലെങ്കിൽ എന്താ സീൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുമ്പോൾ നൈട്രജൻ മാറേണ്ടത് സയനൈഡായിട്ടാണ്. നൈട്രജൻ മാറേണ്ടത് സയനൈഡ് അയോൺ ആയിട്ടാണ്. സയനൈഡായിട്ട് മാറണമെങ്കിൽ ദ കോമ്പൗണ്ട് ഷുഡ് ഓൾസോ കണ്ടെയ്ൻ കാർബൺ. അതുകൊണ്ട് കാർബൺ ഇല്ലാത്തത് കൊണ്ടാണ് ഹൈഡ്രസീൻ ലസൈൻ ടെസ്റ്റ് തരാത്തത്. ക്ലിയർ ആണ്? എന്താ ഇത്? ഹൈഡ്രസീൻ ഡസ് നോട്ട് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഓൺ ഫ്യൂഷൻ വിത്ത് സോഡിയം മെറ്റൽ ഇറ്റ് കനോട്ട് ഫോം സോഡിയം സയനൈഡ്. സോ ദ ആൻസർ ഈസ് ഹൈഡ്രസീൻ. ഹൈഡ്രസീൻ ആണ് ആൻസർ. റെഡി ആണല്ലോ? ആൻഡ് മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. If EMF of hydrogen electrode at 25 degrees Celsius is 0 in pure water, then pressure of hydrogen in bar. ഒന്നുമില്ല, നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ എഴുതി. 2H++ 2 ഇലക്ട്രോൺ ഗീവ്സ് ഹൈഡ്രജൻ ഗ്യാസ്. എന്താ നമ്മുടെ ഫോർമുല? നെർൺസ്റ്റ് ഇക്വേഷൻ E = E0 മൈനസ് 25 ഡിഗ്രി ആകുമ്പോൾ 0.059 0.06 എന്ന് എടുക്കാം ബൈ N2 ലോഗ് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ബൈ H+² എന്ന് എഴുതാം അല്ലേ? പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ബൈ H+² QP ആണ്, QP അല്ലെ, Q. And now for pure water at 25 degree, because of self ionization, pure water contains hydronium ion. എത്ര? 10⁻⁻⁷ മോളാർ. OH- ഇക്വിലിബ്രിയത്തിൽ പഠിക്കുന്നതാണല്ലോ. അപ്പോൾ H+ന്റെ അളവ് 10⁻⁷ മോളാർ ആണ്. അപ്പോൾ 10⁻⁷ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻14 വരും. ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഈയുടെ വാല്യൂ, ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ വാല്യൂ 0 ആണെന്ന്, EMF 0 ആണെന്ന്. അപ്പോൾ ഇത് ഓൾറെഡി ഇത് 0 ആണ്, ഇതും 0 ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതാ ഈ സാധനം 0 ആയാലേ പറ്റുള്ളൂ. ഇത് 0 ആണെങ്കിൽ ലോഗിൻ്റെ ഉള്ളിലുള്ള വാല്യൂ 1 ആയിരിക്കണം. ലോഗ് 1 വന്നാലേ ഈ ടേം 0 ആവുള്ളൂ. ലോഗ് 1 വന്നാലേ ഈ ടേം 0 ആവുള്ളൂ. അപ്പോൾ ഈ ടേം 0 ആവണമെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ 10⁻⁻14 ആയിരിക്കണം. ഇതേ വാല്യൂ മുകളിൽ വരുമ്പോഴാണ് റേഷ്യോ 1 വരിക. അത്രേ ഉള്ളൂ. സോ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ 10⁻⁻14 വരണം. ക്ലിയർ ആണല്ലോ? നൗ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദ ഫോളോയിങ് ലിഗാൻഡ്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. CO, CN-, Cl- H2O. അത് ഏറ്റവും സ്ട്രോങ് ലിഗാൻഡ് CO ആണ്. പിന്നെ CN-, H2O, Cl-, ഹാലൈഡൊക്കെ താഴെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത മക്കളെ, നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിന് ഓപ്ഷനുകൾ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ സിങ്ക് അമാൽഗ HCl ഉപയോഗിച്ച് ക്ലമൻസൺ റിഡക്ഷൻ ആണ്. അപ്പോൾ ദ ഗിവൺ കോമ്പൗണ്ട് കണ്ടെയ്ൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആൻഡ് കീറ്റോ ഗ്രൂപ്പ്. ആൽഡിഹൈഡ് ഗ്രൂപ്പും കീറ്റോ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ സിങ്ക് അമാൽഗ HCl ഉപയോഗിച്ചാൽ 2 ഹൈഡ്രോകാർബൺ ആയിട്ട് റെഡ്യൂസ് ആവും. CHO എന്താവും എന്നറിയോ? CHO ആവും. CHO ആവും. ഈ CO ഗ്രൂപ്പ് എന്താവും എന്നറിയോ? അത് CH2 ആവും. CO ഗ്രൂപ്പ് CH2 ആവും. CHO ഗ്രൂപ്പ് CH3 ആവും. അപ്പോൾ ഇതാണ് ആൻസർ വരിക. അത്രേ ഉള്ളൂ. Ready? Now calculate the molarity of NaCl solution if 5.85 grams of NaCl is dissolved in 500 ml solution.
വളരെ സിമ്പിൾ ആയിട്ടുള്ള മൊളാരിറ്റിയുടെ ബേസിക് ക്വസ്റ്റ്യൻ അത്. ബേസിക് ക്വസ്റ്റ്യൻ 5.85 ഗ്രാം സോഡിയം ക്ലോറൈഡ് 500 ml സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. മൊളാരിറ്റി എത്ര? എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. എത്ര നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 5.85 ഗ്രാമാണ് തന്നത്. NaClന്റെ മൊളാർ മാസ് 58.5, 0.1 മോൾ എന്ന് കിട്ടി. വോളിയം ഇൻ ലിറ്റർ 0.5, 500 ml ആണ്, ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.5 ലിറ്റർ. സോ 0.1 ബൈ 0.5 എന്ന് പറഞ്ഞാൽ 1/5 വോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ 1/5 എന്ന് പറഞ്ഞാൽ 10/5 2 മക്കളെ. അപ്പോൾ 1/5 0.2 മോളാറാണ്. സോ 0.2 മോളാറാണ് ആൻസർ വരുന്നത്. റെഡി ആണല്ലോ? അടുത്തത് കഴിയാറായി. ഫ്രം ദ ഗിവൺ ഡാറ്റ ഫൈൻഡ് ദ എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജിനേഷൻ ഓഫ് ഈഥീൻ ഇൻ കിലോജൂൾ പെർ മോൾ. ഒന്നുമില്ല, ഹൈഡ്രോജിനേഷൻ ഓഫ് ഈഥീൻ ഏതാ റിയാക്ഷൻ? ഈഥീൻ ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്താൽ ഈഥൈൻ ആയിട്ട് മാറും, അത്രേ ഉള്ളൂ. C2H4 എന്ന് പറയുന്ന ഈഥീനിലേക്ക് ഹൈഡ്രോജൻ ആഡ് ചെയ്യുന്നു, അത് കൺവേർട്ട് ചെയ്ത് ഈഥൈൻ ആയിട്ട് മാറുന്നു. എങ്ങനെ മക്കളെ ഇതിനെ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കുക? സം ഓഫ് ബോണ്ട് എനർജീസ് ഓഫ് റിയാക്റ്റൻസ് മൈനസ് സം ഓഫ് ബോണ്ട് എനർജീസ് ഓഫ് പ്രോഡക്ട്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും ബോണ്ട് എനർജി കാണണം. എത്രയാ ഈഥീൻ്റെ ബോണ്ട് എനർജി? കാർബൺ ഡബിൾ ബോണ്ടിന്റെ ബോണ്ട് എനർജി 600 കിലോ ജൂൾ പെർ മോൾ തന്നിട്ടുണ്ട്. കാർബൺ ഡബിൾ ബോണ്ടിന്റെ 600. അപ്പോൾ ഈഥീൻ്റെ എത്ര വരും? ഈഥീൻ കണ്ടെയ്ൻസ് എ കാർബൺ ഡബിൾ ബോണ്ട് ആൻഡ് 4 CH സിഗ്മ ബോണ്ട്സ്. അപ്പോൾ എത്ര വന്നു മക്കളെ ബോണ്ട് എനർജി ഓഫ് ഈഥീൻ? 600 + 4 × 410. ക്ലിയറാ? ഓരോ CH ബോണ്ടിൻ്റെയും ബോണ്ട് എനർജി 410 ആണ്. അപ്പോൾ ഈഥീൻ്റെ എത്ര വന്നു? 600 + 4 × 410. അതാണ് ഈഥീൻ്റെ ബോണ്ട് എനർജി. 2240 കിട്ടും. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വെറും ഒരു HH ബോണ്ട് മാത്രമാണ്. എത്ര HH ബോണ്ടിൻ്റെ ബോണ്ട് എനർജി? ഇറ്റ് ഈസ് ഗിവൺ ആസ് 400 കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ HHൻ്റെ 400 തന്നിട്ടുണ്ട്. ഈഥീൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈഥൈനിലേക്ക് വന്നാലോ മക്കളെ? കാർബൺ സിംഗിൾ ബോണ്ടിൻ്റെ ബോണ്ട് എനർജി എത്രയാ? കാർബൺ സിംഗിൾ ബോണ്ടിൻ്റെ 350 ആണ്. അത് ഡബിളിൻ്റെ പകുതി എടുക്കരുത്, കാരണം സിഗ്മയും പൈയും വേറെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ കാർബൺ സിംഗിൾ ബോണ്ടിൻ്റെ ബോണ്ട് എനർജി 350 പ്ലസ് 6 CH സിഗ്മ ബോണ്ടുകളുണ്ട്. സോ 6 × 4 10 2810 എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? സം ഓഫ് ബോണ്ട് എനർജീസ് ഓഫ് റിയാക്റ്റൻസ് മൈനസ് സം ഓഫ് ബോണ്ട് എനർജീസ് ഓഫ് പ്രോഡക്ട്സ് എത്ര കിട്ടി? 2240 400 കൂട്ടുക, അപ്പോൾ 2640 മൈനസ് 2810 ചെയ്യുക. അത് ചെയ്യുമ്പോൾ -170 കിലോ ജൂൾ കിട്ടും. സോ -170 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. റെഡിയാ? വൈ അമോണിയം ക്ലോറൈഡ് ഇസ് ആഡഡ് ബിഫോർ അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോർ ദ പ്രസിപിറ്റേഷൻ ഓഫ് ഫെറിക് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ഫെറിക് അയോണിനെ പ്രസിപിറ്റേറ്റ് ചെയ്യേണ്ട ആൾ. ഫെറിക് അയോൺ ഫെറിക് ഹൈഡ്രോക്സൈഡ് ആയിട്ടാണ് പ്രസിപിറ്റേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് റിയേജൻറ്റ്. ബട്ട് ബിഫോർ ആഡിങ് അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ അമോണിയം ക്ലോറൈഡിനെ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് മക്കളെ? അമോണിയം ഹൈഡ്രോക്സൈഡിലുള്ള ഒരു കോമൺ അയോണിനെ അമോണിയം ക്ലോറൈഡിന് സൊല്യൂഷനിലേക്ക് സമ്മാനിക്കാൻ കഴിയും. അതാരാ? അമോണിയം അയോൺ. അമോണിയം ക്ലോറൈഡ് ചേർക്കുമ്പോൾ സൊല്യൂഷനിൽ അമോണിയം അയോൺ വരും. അതിലേക്കാണ് നമ്മൾ റിയേജൻ്റായ അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുന്നത്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ കോമൺ അയോണായ അമോണിയം അയോണിൻ്റെ അളവ് വർദ്ധിക്കുകയും ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് പോവുകയും ചെയ്യും. അതായത് അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ അയണൈസേഷൻ സപ്രസ്ഡ് ആയി. എന്തേ? അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ അയണൈസേഷൻ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ആയാൽ ഹൈഡ്രോക്സൈഡിൻ്റെ അളവ് കുറയും. ഹൈഡ്രോക്സൈഡിൻ്റെ അളവ് കുറച്ചുകൊണ്ട് KSP കുറഞ്ഞ ഫെറിക് ഹൈഡ്രോക്സൈഡ് പോലെയുള്ള സോൾട്ടുകളുടെ പ്രസിപിറ്റേഷൻ എളുപ്പമാക്കുക എന്നുള്ളതാണ് സോൾട്ട് അനാലിസിസിൽ ഇത് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം. ഇതൊരു കോമൺ പ്രൊസീജിയറാണ്. നമ്മൾ ഹൈഡ്രോക്സൈഡിൻ്റെ അളവ് കുറച്ചാൽ എന്താ ഗുണം? KSP കുറഞ്ഞ സോൾട്ടുകളെ പ്രസിപിറ്റേറ്റ് ചെയ്യുള്ളൂ. ആ അവസ്ഥ ഉണ്ടാക്കുവാണ്. സോ അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ടു ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺ ത്രൂ കോമൺ അയോൺ എഫക്റ്റ്. സോ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. നമ്പർ ഓഫ് കോംപ്ലക്സസ് ഹാവിങ് ഈവൻ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ ഡി ഓർബിറ്റൽ. മക്കൾ ഇതിലിപ്പോൾ വാട്ടറാണ് ലിഗാൻഡ്. എല്ലാത്തിലും വാട്ടർ വീക്ക് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ മെറ്റൽ അയോണിൻ്റെ കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. ദർ ഇസ് നോ റീഅറേഞ്ച്മെൻറ്റ്. സ്ട്രോങ് ലിഗാൻഡ് വന്നാൽ ദർ വിൽ ബി റീഅറേഞ്ച്മെൻറ്റ്. വീക്ക് ആയതുകൊണ്ട് ദർ ഇസ് നോ റീഅറേഞ്ച്മെൻറ്റ്. ഡയറക്റ്റ് മെറ്റൽ അയോൺ ചെയ്തു. കോപ്പർ 2+ എന്ന് പറയുമ്പോൾ 3d9 ആണ്. 3d9 എന്ന് പറഞ്ഞാൽ ഓൺലി 1 അൺപെയ്ഡ് ഇലക്ട്രോൺ. Fe3+ പറയുമ്പോൾ 3d5 വരും, 5 അൺപെയ്ഡ് ഇലക്ട്രോൺ. ക്രോമിയം 2+ 3d4 ആണ്, 4 അൺപെയ്ഡ് ഇലക്ട്രോൺ. നിക്കൽ 2+ 3d8 ആണ്, 2 അൺപെയ്ഡ് ഇലക്ട്രോൺ. സോ ഈവൻ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഈവൻ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള 2 എണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഷിഫ്റ്റ് 1 ചോദിച്ച ചോദ്യങ്ങളാണ്, മെയിൻ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ആൻഡ് ഷിഫ്റ്റ് 2 കെമിസ്ട്രിയിൽ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് മാത്സ് ക്ലാസ്സിന് ശേഷം
സാർ വീണ്ടും വരുന്നതാണ്. ഓക്കെ, യെസ് സാർ. സാർ വന്നടാ, ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നടന്ന മാത്സിൽ രാവിലെയും വൈകുന്നേരമായിട്ട് നടന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ടിപ്പിക്കലി മാത്സിന് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താ പറയുക, ലെങ്തി ആയിരുന്നു പേപ്പർ എന്നാണ്. അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്രാവശ്യം എന്ന് കരുതുന്നു. അങ്ങനെയാണ് നമുക്ക് കിട്ടിയുള്ള ഫീഡ്ബാക്കുകളും. എക്സാം ലെങ്തി ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസ് എന്തല്ല അധികം ടഫല്ല, ലെങ്തിയാണ് അല്ലേ? രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? നമുക്ക് ചെയ്യാനറിയാം, പക്ഷേ എന്താ ചെയ്യാൻ ടൈമില്ല. അങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയ ഒരെണ്ണം ഇതായിരുന്നു. ദ സം ഓഫ് ഓൾ റാഷണൽ ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 2⁻⁵ പ്ലസ് 5⁻³ ഓൾ റൈസ് ടു 15. അപ്പോൾ ഇവിടെ എന്താണ്, ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. അതിൽ ജനറൽ ടേം എന്താണ്, 15 ആണ് എന്നുണ്ടെങ്കിൽ 15 CR 2⁻15 R/5 ഇൻറ്റു 5⁻⁵. അപ്പോൾ എന്തൊക്കെ ശരിയാവണം? R/3 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആവണം. 15 - R/5 ഒരു നാച്ചുറൽ നമ്പർ ആവണം. R/3 നാച്ചുറൽ നമ്പർ ആവുന്ന എപ്പോഴൊക്കെയാണ്? 0, 3, 6 അങ്ങനെയുള്ള എല്ലാത്തിലും 3യുടെ മൾട്ടിപ്പിൾസിലൊക്കെ എന്ത് വരും? R/3 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 15 - R/5 കൂടെ ഹോൾ നമ്പർ ആവണം, സെയിം മൾട്ടിപ്പിൾസിൽ അല്ലേ? 3ൻ്റെ മൾട്ടിപ്പിൾസിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടും 0യും 15 മാത്രമാണ് അങ്ങനെ അത് വാലിഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 6 വരുന്ന ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് T1th ടേം ആണ് അല്ലേ? 6 വരുന്നത്. പിന്നെയോ 15 വരുന്ന ദാറ്റ് ഈസ് ലാസ്റ്റ് ടേം. ആ രണ്ട് ടേംസിൻ്റെ കോഎഫിഷ്യൻസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ കിട്ടുക? 15C0 ഇൻറ്റു 2⁻³ എന്ന് കിട്ടും. ലാസ്റ്റ് ടേമോ 15C 15 ഇൻറ്റു 3⁻5 എന്ന് കിട്ടും. അത് രണ്ടും ആഡ് ചെയ്യുക, നമ്മുടെ ഉത്തരമായി. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനും ബൈനോമിലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താ ചോദിച്ചിരിക്കുന്നത്? x⁻⁷ കോഎഫിഷ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. x⁻⁷ ഏതിൽ? 1 - x - x² പ്ലസ് x³ നമുക്കറിയാം എന്താണ്. ഓക്കെ, 1 - x ഉണ്ട് ഇവിടെ. പിന്നെ ആരുണ്ട്? ഇവിടെ ഒരു x² ഉണ്ട്. അതിനെ x² പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടും? 1 - x കോമൺ ആയിട്ട് കിട്ടും. ആ ഒരു 1 - x കൂടി നമുക്ക് പുറത്തെടുത്ത് നമുക്ക് എന്ത് കിട്ടും? 1 - x ഓൾ റൈസ് ടു 6 1 - x² ഓൾ റൈസ് ടു 6 എന്ന് കിട്ടും. എന്തായി? ഒരു 4 ടേം എക്സ്പാൻഷൻ എന്നുള്ളത് 2 ടേം എക്സ്പാൻഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറി. ഓക്കെ, ഇനി നമ്മൾ 1 - x ഓൾ റൈസ് ടു 6നെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ടേം ഉണ്ടാവും? 60 - 6 C1x പ്ലസ് 6C2 x² മൈനസ് 6C3 x³ അങ്ങനെയുള്ള ടേംസ് ഉണ്ടാവും. ഓക്കെ, ഇനി x² ഇതിലോ എക്സിൻ്റെ അവിടെ മേലത്തെ അതേ ടേമിൽ എക്സിൻ്റെ അവിടെ എന്ത് വരും? x² വരും അല്ലേ? അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? x⁻⁷ കോഎഫിഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. x⁻⁷ വരുന്നത് എപ്പോഴൊക്കെയാണ്? ഒന്ന് ഇവിടെ എന്തുണ്ട്? 6C1x ഉണ്ട്. അതിൻ്റെ ഒപ്പം ആര് ചേർന്നിട്ടുണ്ടെങ്കിൽ x⁻⁶ ചേർന്നിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? x⁻⁷ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ ആഡ് ചെയ്യണം. രണ്ടാമത്തെ എപ്പോഴാണ്? x² ഉണ്ട്. x² കൂടെ ചേരാൻ x⁻⁵ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആരെടുക്കണം? നമ്മൾ x³ എടുക്കണം. x³ ഒപ്പം ആര് ചേരും? x⁻⁴ ചേരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x⁻⁷ കിട്ടും. ഇനി ആരാണ്? നമുക്ക് x⁻⁵ ഉണ്ട്. അതിനൊപ്പം ചേരാൻ നമ്മുടെ ആരുണ്ട്? x² ഉണ്ട്. അപ്പോൾ ഈ 3 ടേംസിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടും. ഇതും ഒരു ടിപ്പിക്കലി നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ബൈനോമിയൽ തിയറത്തിൽ ഏകദേശം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് ഓഫ് 3x - 22 / 2x - 19 പിന്നെയോ പ്ലസ് ലോഗ് ഇ ഓഫ് 3x² - 8x + 5 / x² - 3x - 10
നമുക്കറിയാം ഡൊമൈൻ കണ്ടുപിടിക്കാൻ അല്ലേ. ഡൊമൈൻ കണ്ടുപിടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഡൊമൈനിലാണോ എക്സ്, അതിൽ വരുന്ന എക്സ് അല്ലേ, അതിനെ ഡിഫൈൻ ആകുന്ന എക്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ഫസ്റ്റ് നമ്മളതിൽ ആരുണ്ട്, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഉണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം, -1നും +1നും ഇടയിലായിരിക്കണം. നമുക്കിവിടെ എക്സിന് അവിടെ എന്താ ഉള്ളത്, ഒരു ഫംഗ്ഷനാണുള്ളത്. ഏതാ ഫംഗ്ഷൻ, 3x - 22/2x - 9. അത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് 3ക്കും 41/5നും ഇടയിലാണെന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, >1ലും -1നും സെപ്പറേറ്റ് കേസായിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, എക്സ് 3ക്കും 41/5നും ഇടയിലായിട്ട് കിട്ടും. ഇനി രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ്റെ ഉള്ളിൽ എക്സിൻ്റെ വാല്യൂ, ആ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കണം എന്ന് നോക്കണം. ലോഗിൻ്റെ ഉള്ളിൽ ലോഗ് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം അല്ലേ. സോ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, 3x² - 8x + 5 /x² - 3x - 10 ആണ്. സോ ഇതിന് നമ്മൾ ഒരു വേവി കർവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് നോക്കണം, ഇത് പോസിറ്റീവ് ആവുന്ന എവിടെയാണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x belongs to -∞ to -2, 1 to 5/3 ആൻഡ് 5 to ∞ എന്ന് കിട്ടും. ഓക്കെ, ഇത് രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ഡൊമൈനാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഫംഗ്ഷന് നമുക്ക് കൊടുക്കാൻ പറ്റുക. ആ ഒരു കോമൺ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 5 to 41/5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ആൽഫ കിട്ടി, ബീറ്റ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, 3α + 10 ബീറ്റ ആണ് അല്ലേ. ഇനി 3α + 10 ബീറ്റ നമ്മൾ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടും, 97 കിട്ടും. ഈ ക്വസ്റ്റ്യനും സാധാരണ ചോദിക്കുന്ന ടൈപ്പാണ്. നമ്മൾ ക്ലാസ്സിൽ ഇതേപോലത്തെ ഒരുപാട് ഡൊമൈൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു f(x) തന്നിട്ടുണ്ട്. ആരാണ്, x⁵5 + 2 e⁴ ആണ്. ഓക്കെ, ഇനിയോ g(x) തന്നിട്ടുണ്ട്. g(x)ൻ്റെ പ്രത്യേകത എന്താണ്, g(f(x) = x ആണ്. അതായത് g(x) ഇൻവേഴ്സ് ആണ്, പക്ഷേ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്തിലില്ല, സിലബസിലില്ല. അപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, g(f(x) x ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, g'(f(x) കണ്ടുപിടിക്കാം. അതെന്ത് വരും, g'(f(x) × f'(x) വരും. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, g'(f(x) = 1/f'(x) എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മളോട് ചോദിച്ചത് എന്താണ്, 8 × g'(2) ആണ്. അപ്പോൾ g'(2) എന്ന് പറയുമ്പം f(x) എന്താവണം, 2 ആകണം അല്ലേ. ഇവിടെ നമുക്ക് 2 വന്നിട്ടുണ്ട്, നമുക്ക് കറക്റ്റ് എന്ത് കണ്ടുപിടിക്കാം, g'(2) കണ്ടുപിടിക്കാം. സോ f(x) 2 ആവണം. നമ്മൾ എന്നിട്ട് നമ്മുടെ ഫംഗ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ x 0 ആകുമ്പോൾ എന്തായി, 0⁵ + 2 e⁴. 2 e⁴ എന്താണ്, 2 × 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, f(x) 2 ആയിട്ട് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി, 8 × g'(2) എന്തായിട്ട് മാറി, 1/f'(0) ആയിട്ട് മാറി. ഓക്കെ, ഇനി f'(0) കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും, 5x⁴ + 2 e⁴ × 1/4 എന്ന് കിട്ടും. എക്സിന് 0 കൊടുത്തിട്ട് നമുക്ക് വാല്യൂ എന്ത് കിട്ടും, 1/2 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് എന്താണ്, 8 × g'(2) ആണ്. അത് 8/1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 8 × 2 16 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രോബബിലിറ്റിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഏൺ പ്രോബ്ലമാണ്. ഏണിൽ നമ്മൾ എന്ത് ചെയ്യും, ബയസ് തിയറത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ ഈ ഒരു പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും, ഇതിൻ്റെ പല വെറൈറ്റികൾ അല്ലേ. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ABC എന്ന് പറയുന്ന 3 ഏണുകളുണ്ട്. അതിൽ ആദ്യത്തേൽ 7 റെഡ് ബോളും 5 ബ്ലാക്കും ഉണ്ട്. രണ്ടാമത്തേൽ 5 റെഡും 7 ബ്ലാക്ക് ഉണ്ട്. മൂന്നാമത്തേൽ 6 റെഡും 6 ബ്ലാക്കും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടു, ഒരു ഏണ് നമ്മൾ സെലക്ട് ചെയ്തു, അതിൽ ബ്ലാക്ക് ബോൺ ടേക്കൺ ഔട്ടാണ്. ഓക്കെ, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം, അത് Aയിൽ നിന്നാണ് വന്നത് എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം എന്താണ്, ഒരു ഏൺ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 3 ഏൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏൺ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, 1/3 ആണ്. ഓക്കെ, ഇവിടെ നടന്നിട്ടുള്ള ഇവൻ്റ് എന്താണ്, ബ്ലാക്ക് ബോൾ നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ് അല്ലേ. അത് ഓൾറെഡി എന്ത് ചെയ്തു, സംഭവിച്ചു. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ബ്ലാക്ക് ബോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബ്ലാക്ക് ബോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ P(E)(A) എന്ന് പറയുന്നത് ബേസ് തിയറം അനുസരിച്ച് എന്താണ്, P(A) × E / P(E) ആണ്. അതായത് ബ്ലാക്ക് ബോൾ കയ്യിൽ കിട്ടാനുള്ള ആകെ പ്രോബബിലിറ്റി അതെന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തേൽ എന്ത് ചെയ്യാം, ആദ്യത്തെ ഏൺ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/3. എന്നിട്ടോ അതൊന്നും ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര കിട്ടും, 5 ടോട്ടൽ ബോൾസ് 12 ആണ്, 5/12 കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ബിയിലെ കേസ് എങ്ങനെയാണ്, അതിൽ 7 ബ്ലാക്ക് ബോൾ ഉണ്ട്. അത് എത്ര എണ്ണത്തിലാണ്, 12 എണ്ണത്തിലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/3 × 7/12 കിട്ടും. മൂന്നാമത്തേതിലോ 1/3 × 6/12 കിട്ടും. ഇനി നമുക്ക് അറിയേണ്ടത് ഏതാണ്, ഇത് Aയിൽ നിന്നാണോ വന്നത് എന്നറിയണം. സോ Aയിലെ പ്രോബബിലിറ്റി എത്രയാണത്, 1/3 × 5/12 ആണ്. ഓക്കെ, നമ്മളിത് കാൽക്കുലേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, 1/3 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 1/12 എന്താണ്, കോമൺ ആണ്, വെട്ടിക്കളയാം. നമുക്ക് ആൻസർ എന്ത് കിട്ടും, 5/18 എന്ന് കിട്ടും. ഓക്കെ, ഇതും എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഗ്രൂപ്പ് A
there are 4 men and 5 women in. And in group B, there are 5 women and 4 women. If 4 people are selected from each group, എല്ലാ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 4 പേര് വീതം സെലക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ടു സെലക്ട് 4 men and 4 women. 4 ആണുങ്ങളെയും 4 പെണ്ണുങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, അതിൻ്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, നമ്പർ ഓഫ് വേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എയിൽ എന്തുണ്ട്, 4 men ഉണ്ട് 5 women ഉണ്ട്. ബിയിലോ 5 men ഉണ്ട് 4 women ഉണ്ട്. സോ ഏതൊക്കെ വേയിൽ സെലക്ട് ചെയ്യാം നമുക്ക്, 4 men എന്ന് വരാം, 4 women ബി എന്ന് വരാം. അതൊരു വേ ആണ് അല്ലേ. ഇനിയോ 3 men 1 woman എന്ന് വരാം, 1 men 3 women എന്ന് വരാം. അങ്ങനെ ഏതൊക്കെ ടൈപ്പിൽ വരാം, ഇത്രയും 5 ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ഷൻ നടത്താൻ പറ്റും. ഇനി നമ്പർ ഓഫ് വേസ് ചോദിക്കുമ്പോഴോ 4 men നമ്മൾ സെലക്ട് ചെയ്തു. എത്രയിൽ നിന്നാണ്, 4 men നിന്നാണ്. അത് എത്ര കിട്ടും, 4C4 കിട്ടും. അവിടെ നിന്ന് ഏതെങ്കിലും വുമനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ, ഇല്ല. അത് എന്ത് കിട്ടും, 5C0 കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, എയിൽ നിന്നും ബിയിൽ നിന്നുമുള്ള സെലക്ഷൻ്റെ കേസുകൾ ആഡ് ചെയ്യണം. അങ്ങനെ എത്ര കേസസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, 5 കേസസ് ഉണ്ട്. അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു ആർ. ലെറ്റ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് 6 ഒബ്സർവേഷൻസ് -3, 4, 7, -6 ആൽഫ ബീറ്റ ബി 2 and 23 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ഓഫ് ദിസ് 6 ഒബ്സർവേഷൻ ഈസ്. ഓക്കെ, 6 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്, അതിൻ്റെ മീൻ തന്നിട്ടുണ്ട്, വേരിയൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചെടുക്കുന്നത് മീൻ ഡീവിയേഷൻ ആണ്. ഓക്കെ, ഇനി എന്ത് തന്നിട്ടുണ്ട്, മീൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിൻ്റെയും സമ്മിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, 2 കിട്ടണം. അതാണ് മീൻ. ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൽഫയും ബീറ്റയും തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ട് 10 കിട്ടണം എന്ന് കിട്ടി. ഓക്കെ, ഇനി എല്ലാത്തിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്ന് മീനിൻ്റെ സ്ക്വയർ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വേരിയൻസ് കിട്ടും. ഓക്കെ, ആ ഒരു ഇക്വേഷൻ നമ്മൾ വാല്യൂ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറും കിട്ടും. അത് എത്രയാണ്, 52 ആണ്. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്, 10 ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക്കലി ഇതിനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ നടത്താം. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ആഡ് ചെയ്തിട്ടുണ്ട് 10 കിട്ടണം. നമുക്ക് ആരെ ട്രൈ ചെയ്യാം, 5 ട്രൈ ചെയ്യാം. അത് രണ്ടിനെ സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 കിട്ടുക. ഇനി അടുത്ത നമ്പർ 64 ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 36 + 16 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും, 52 കിട്ടും. അപ്പോൾ നമുക്ക് പറയാം ആൽഫയും ബീറ്റയും ഏതാണ്, 6ഉം 4ഉം ആണെന്ന് പറയാം. ഓക്കെ, ഇനി 6ഉം 4ഉം ആൽഫ ബീറ്റയും ആണെന്നുണ്ടെങ്കിൽ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എല്ലാ ഒബ്സർവേഷനിൽ നിന്നും എന്ത് കുറയ്ക്കണം, മീൻ കുറയ്ക്കണം. എന്നിട്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ എല്ലാത്തിനും നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തു, ആഡ് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 13/3 എന്ന് കിട്ടും. സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. ഇതല്ലാതെ ഈ ചാപ്റ്ററിന് വേറെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിൽ എല്ലാ പേപ്പറിലും ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി കോംപ്ലക്സ് നമ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ആൽഫ ബീറ്റ ബി ദ സം ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ഓൾ നോൺ സീറോ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ സെഡ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് സെഡ് ഇസിക്കൽ ടു 0. സെഡ് ബാർ എന്ന് പറയുന്നത് എന്താണ്, ZX + IY ആണെന്നുണ്ടെങ്കിൽ സെഡ് ബാർ എന്ന് പറയുന്നത് X - IY ആണ്. അതിൻ്റെ സ്ക്വയറും പിന്നെയോ X² + Y² = 0. അതിന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്ത് കിട്ടുന്നുണ്ട്, 0 കിട്ടുന്നുണ്ട്. 0നെ നമുക്ക് എങ്ങനെ എഴുതാം, 0 + 0i എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, X² - Y² - 2XIY + √(x² + Y² കിട്ടും. അതിൽ iൻ്റെ ടേമായിട്ട് നമുക്ക് എന്ത് കിട്ടും, -2xy എന്ന് കിട്ടും. ഇതെന്താവണം, 0 ആവണം. ഏതൊക്കെ കണ്ടീഷനാണ് നമുക്കത് പോസിബിൾ ആയിട്ടുള്ളത്, ഒന്നുകിൽ X 0 ആവാം, Y എന്താവാം, നോൺ 0 ആകാം. അല്ലെങ്കിൽ Y 0 ആകാം, X എന്താവാം, നോൺ 0 ആകാം. ഓക്കെ, പിന്നെയോ X 0 ആകാം, Y 0 ആകാം. ഓക്കെ, ഇങ്ങനെ 3 കേസാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നോൺ സീറോ സൊല്യൂഷൻ എന്ന്. അപ്പോൾ നമുക്ക് എന്ത് എടുക്കാൻ പറ്റില്ല, X 0യും Y 0യും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, X 0യും Y 0 ആയിട്ടുള്ള സൊല്യൂഷൻ എന്തായി, 0 ആയി. ഓക്കെ, ഇനി നമ്മൾ X 0 ആയിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, X² 0 ആയി -y² + √(y² എന്ന് കിട്ടും. അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് y = +or -1 എന്ന് കിട്ടും. ഓക്കെ, എങ്ങനെ, ഇതിൽ റിയൽ നമ്പറിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത് നമ്മൾ Y 0 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയൽ നമ്പറിൻ്റെ ടേം എന്ത് കിട്ടും, മോഡുലസ് ഓഫ് X + X² = 0 എന്ന് കിട്ടും. അതൊരിക്കലും പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ്, X² എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, മോഡുലസ് ഓഫ് Xും പോസിറ്റീവ് ആണ്. 2 പോസിറ്റീവ് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്താൽ 0 കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതെന്തല്ല, നോട്ട് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു വാല്യൂ എന്ന് പറയുന്നത് Y ± 1ഉം X 0യും വരുന്നതാണ്. അതാരൊക്കെയാണ്, അയോട്ടയും -iയും ആണ് അല്ലേ. ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 സൊല്യൂഷൻസ് കിട്ടി. നമ്മളോട് ചോദിച്ചത് എന്താണ്, ആൽഫ എന്ന് പറയുന്ന സമ്മാണ്, ബീറ്റ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. എന്നിട്ട് 4 × α² × β² ആണ് ചോദിച്ചത്.
4 ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് ചോദിച്ചത്. സോ ആൽഫ എന്ത് കിട്ടും, രണ്ടും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 ആയി പോകും. ബീറ്റ എന്ത് കിട്ടും, രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്താൽ i ഇൻറ്റു മൈനസ് i നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. അതിൻ്റെ സ്ക്വയർ എടുത്താൽ 1 കിട്ടും. സോ 4 ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. ഓക്കെ, കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു അത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, വേറെ മെത്തേഡിൽ ഇത് ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കുക. If 2 and 6 are the roots of the equation ax square plus bx plus 1 is equal to 0, then quadratic equation whose roots are 1 by 2a plus b 1 by 6a plus b is. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, 2ഉം 6ഉം അതിൻ്റെ റൂട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാം, -b/a എന്ന് പറയുന്നത് ആരാണ്, രണ്ട് റൂട്ടിൻ്റെ സമ്മാണ്. ഇവിടെ 2ഉം 6ഉം ആണ്, അതിൻ്റെ സമ്മ് എത്ര കിട്ടും, 8 കിട്ടും. ഓക്കെ, രണ്ട് സമ്മിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ്, c/a ആണ്. ഇവിടെ c എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 1/a = 12 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. 1/2ab എന്ന് പറയുന്നത് -2a കിട്ടും, 1/6a + b എന്ന് പറയുന്നത് -6 കിട്ടും. ഇത് രണ്ടും റൂട്ടായിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x² + 8x + 12 എന്ന് കിട്ടും. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A square is inscribed in the circle x² + y² -10x -65 + 30 is equal to 0. One side of this square is parallel to y is equal to x + 3. xi, yi are the vertices of square. Then xi² + y² is equal to, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിൻ്റെ വെർട്ടിസിക്സിലെ എക്സിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ ഈ സ്ക്വയറിൻ്റെ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി. എങ്ങനെ എഴുതി, x - 5 ഹോൾ സ്ക്വയർ പ്ലസ് y - 3 ഹോൾ സ്ക്വയർ. ഇവിടെ +30 ഉണ്ട്, 5ൻ്റെ സ്ക്വയർ 25ഉം 3ൻ്റെ സ്ക്വയർ 9 ആഡ് ചെയ്താൽ 34 കിട്ടും. 34 30 കുറച്ച് 4 കിട്ടും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയാണ്, 2 ആണ്. സോ 5 3 എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്ന് 2 യൂണിറ്റ് സർക്കിളാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഗിവൺ സർക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു സർക്കിളിനെ ഞാൻ വരച്ചു, അതിൻ്റെ എന്ത് ചെയ്തു, ഒരു 4 പോയിൻറ്റ്സ് ഞാൻ അടയാളപ്പെടുത്തി. ഓക്കെ, ഈ പോയിൻറ്റ്സ് എന്താണ്, ഡയമീറ്ററിൻ്റെ 2 എൻഡിലാണ്. 2 യൂണിറ്റ്സ് ഇവിടെ 5 3 ആണെന്നുണ്ടെങ്കിൽ 2 യൂണിറ്റ്സ് എബോവ് ഉള്ളതിൽ എന്തായിരിക്കും, y യൂണിറ്റിൽ 2 കൂടുതലായിരിക്കും. ഡൗണിലുള്ള എന്തായിരിക്കും, y യൂണിറ്റിൽ 2 കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ 4 പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കാം അല്ലേ. ഡയമീറ്റേഴ്സിൻ്റെ 2 എൻഡാണ്, ഇതിന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഈ പോയിൻറ്റ്സ് എന്താണ്, ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള ലൈൻ ഏതാണ്, y = x + 3 ആണ്. അതിന് പാരലലാണ് എന്തിൻ്റെ, സ്ക്വയറിൻ്റെ സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. y = x + 3 എന്ന് പറയുന്ന ലൈൻ, y = x + 3 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എത്രയാണ്, 1 ആണ്. അത് 1 ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 3 3ഉം 5 5ഉം തമ്മിൽ ഒരു ലൈനെ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈനിൻ്റെ സ്ലോപ്പും എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, y = mx + c, ഇവിടെ m എത്രയാണ്, 1 ആണ്. നമുക്ക് എന്ത് പറയാം, ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ച സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ xi yiകൾ കിട്ടും. ഏതൊക്കെയാണത്, 5 5 3 3 7 3 5 1 ആണ്. ഇതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് എടുക്കുക, നമുക്ക് എന്ത് കിട്ടും, 152 കിട്ടും. ഓക്കെ, ഇത് വേറെ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എക്സാമിന് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡ് നോക്കണം. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പാരാബോള തന്നിട്ടുണ്ട്, y² = 12x. ഇതിനൊരു കോഡ് ഉണ്ട് PQ. ആ PQവിൻ്റെ മിഡ് പോയിന്റ് തന്നിട്ടുണ്ട് 4 1. അങ്ങനെയാണെങ്കിൽ കോഡിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. കോഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, t = s1 ആണ്. t = s1 മീൻസ് y1 - 2a × x + x1 = y1² - 4a × x1. ഇവിടെ y1ഉം x1ഉം ആരാണ്, 4 1 ആണ് അല്ലേ. അത് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക, നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ കോഡിൻ്റെ ഇക്വേഷൻ കിട്ടും. അതിൻ്റെ ഓപ്ഷനിൽ എനിക്ക് തോന്നുന്നു പോയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ചെക്ക് ചെയ്യണമായിരുന്നു. അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ സെഷനും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുക. എന്താണ്, ഇക്വേഷൻ ഓഫ് കോഡ്. ഒരു പാരാബോള തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഡിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്, മിഡ് പോയിന്റ് തന്നിട്ടുള്ള കോഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, t = s1. അത് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വെച്ച് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് 5x + 1 = 1/3 - x + 5 = 1/3 / 2x + 3 raised to 1/2 x + 4 raised to 1/2 is equal to m × √5 / n × 2n raised to 2/3 where GCD of mn is 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8m + 12n എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്യണം. എക്സിന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 6 raised to 1/3 - 6 raised to 1/3. ന്യൂമറേറ്റർ എന്തായി, 0 ആയി. ഡിനോമിനേറ്ററിലോ 2x + 3, അതായത് 5 raised to 1/2 - 5 raised to 1/2. ഡിനോമിനേറ്റർ എന്തായി, 0 ആയി. 0/0 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എൽഒസ്പിയിൽ അപ്ലൈ ചെയ്യും. എന്ത് ചെയ്യും, ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, 1/3 × 5x + 1 all raised to -2/3.
പിന്നെ എന്ത് കൂടെ ഉണ്ട്, 5 കൂടെ ഉണ്ട്, കാരണം ഇവിടെ 5x ഉള്ളതുകൊണ്ട്. ഓക്കെ, മൈനസ് ഇവിടെ എന്ത് കിട്ടും, 1/3 ഇൻറ്റു എക്സ് പ്ലസ് 5 ഓൾ റൈസ് ടു മൈനസ് 2/3 കിട്ടും. ഡിനോമിനേറ്ററിലോ 1/2 ഇൻറ്റു 2x പ്ലസ് 3 ഓൾ റൈസ് ടു മൈനസ് 1/2 ഇൻറ്റു 2 മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് 4 റൈസ് ടു മൈനസ് 1/2. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എക്സിന് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 8 ഇൻറ്റു √5 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 3 റൈസ് ടു 2/3 അല്ലേ, 2n റൈസ് ടു 2/3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. n എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. നമുക്ക് n കിട്ടും, m കിട്ടും, 8ഉം 3ഉം ആണ്. അതിനെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും, അത് തന്നെ 100 ആണ്. ഓക്കെ, നമുക്ക് ലിമിറ്റിൽ സാധാരണ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ്. എൽ ഹോസ്പിറ്റലും പിന്നെ 1/∞ ഫോമും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഫോംസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ലിമിറ്റും പിന്നെന്താണ് ന്യൂട്ടൺ ലെബനിസ് തിയറം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് എക്സിൻ്റെ പ്രത്യേകത എന്താണ്, 0 to x ഇൻറ്റു ടി പ്ലസ് സൈൻ ഓഫ് 1 മൈനസ് സീരീസ് ടു ടി ഇൻറ്റു ഡി ടി ആണ്. എക്സ് ബിലോങ്സ് ടു ആർ ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ എക്സ് ക്യൂബാണ്. നമ്മൾ എക്സിന് 0 കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് 0 ആണെന്ന് കിട്ടും, എക്സ് ക്യൂബ് 0 ആണെന്ന് കിട്ടും. സോ 0/0 വരുമ്പോൾ ആരും ഉപയോഗിക്കണം, എൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കണം. സാധാരണ ഇങ്ങനെ ഒരു ടേം വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു ടേമിൽ നമ്മൾ ആകെ പഠിച്ചത് ന്യൂട്ടൺ ലെബനിസ് തിയറം ആണ്. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, വെറുതെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ അവരെന്താണോ ചോദിച്ചത് ആ ടേമിലേക്ക് സാധനം കിട്ടും. ഓക്കെ, നമ്മളിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, എക്സിൻ്റെ ഡിഫറൻഷ്യൽ അത് 1 ആണ്. എന്നിട്ട് എന്താകും, ഉള്ളിലുള്ള ഫംഗ്ഷന് മൊത്തം എക്സ് എന്ന് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും, എക്സ് പ്ലസ് സൈൻ ഓഫ് 1 മൈനസ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 3x² എന്ന് കിട്ടും. ഞാൻ എന്ത് ചെയ്തു, 1 മൈനസ് ഇ റേസ് ടു എക്സ് ഉണ്ട്, നമുക്കറിയാം എന്താ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 സൈൻ ഓഫ് 0 ബൈ സെയിം 0 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അപ്പോൾ ഈ സെയിം 0 വരാൻ വേണ്ടിയിട്ട് ഞാൻ 1 മൈനസ് ഇ റേസ് ടു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്തു. സോ ഈ ടേം എന്തായിട്ട് മാറി, 1 ആയിട്ട് മാറി. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എന്തായിട്ട് മാറി, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എക്സ് പ്ലസ് 1 മൈനസ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 3x² ആയി. ഇവിടെ നമ്മൾ എക്സ് ടെൻഡ്സ് ടു 0 എടുക്കുമ്പോൾ നമുക്ക് പിന്നെ എന്ത് കിട്ടും, 0/0 എന്നുള്ള ഫോം കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം, എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് ഇ റേസ് ടു എക്സ് ബൈ 6x കിട്ടും. അവിടെയും 0/0 ആണ്, ഒന്നുകൂടെ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ഓഫ് ഇ റേസ് ടു എക്സ് ബൈ 6 കിട്ടും. അവിടെ എക്സിന് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടും, എന്താണ്, -1/6 കിട്ടും. ഓക്കെ, ഇത് എൽ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് എത്ര തവണ 0/0 കിട്ടുന്നു അതനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോവുക. സാധാരണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത പോലെ ചെയ്യരുത്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിന്യൂറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 1 മൈനസ് കോസ് ആൽഫ എക്സ് ബൈ x² ആണ് എപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, 2 ആണ് എപ്പോൾ എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ, ഇനിയോ ബീറ്റ ആൻഡ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ആണ് എപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ. സോ ഇത് സാധാരണ ഡെഫിനിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് എക്സും സെയിം ആയിരിക്കണം. ഏതിൽ, എക്സ് ഇസിക്കൽ 0 എന്ന് പറയുന്ന പോയിന്റിൽ. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. ഏതാ ഫംഗ്ഷൻ, 1 മൈനസ് കോസ് ആൽഫ എക്സ് ബൈ x² ആണ്. നമുക്കറിയാം എന്താണ് 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് പറയുന്നത്, എന്താണ് 2 sin സ്ക്വയർ തീറ്റയാണ്. ഇവിടെ നമുക്ക് തീറ്റയ്ക്ക് വരും ആൽഫ എക്സ് ആണുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ആൽഫ x/2 എന്ന ടേമിലേക്ക് മാറ്റി. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു, ഡിനോമിനേറ്ററിൽ ഒരു x² ഉണ്ടായിരുന്നു, അതിലെന്ത് ചെയ്തു, ഒരു ആൽഫ/2 കൊടുത്തിട്ട് സൈൻ ഓഫ് 0 ബൈ സെയിം 0 ഹോൾ സ്ക്വയർ എന്ന ടേംസിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അതൊരൊറ്റ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, α²/2 എന്ന് കിട്ടും. ലെഫ്റ്റ് ലിമിറ്റ് ചെയ്യുമ്പോൾ α²/2 കിട്ടും. റൈറ്റ് ലിമിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടും, ബീറ്റ ആൻഡ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് കിട്ടും. റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ്, 1 മൈനസ് കോസ് എക്സ് എന്താണ്, 2 sin സ്ക്വയർ x/2 ആണ്. മേലെ ഉപയോഗിച്ച അതേ റിസൾട്ടാണ്. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, sin x/2 കിട്ടും. പിന്നെയോ റൂട്ട് 2 ഉണ്ടാവും അല്ലേ, 2 sin x x/2 ആണ്, ആ 2 കൂടെ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ, b/√2 എന്ന് കിട്ടും. എങ്ങനെ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിന് ഈക്വലാണ്, എഫ് ഓഫ് എക്സിന് ഈക്വലാണ്. എഫ് ഓഫ് എക്സ് എന്താണ്, 2 ആണ്. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആൽഫയും ബീറ്റയും കിട്ടും. നമ്മളോട് ചോദിച്ചാൽ എന്താണ്, α² പ്ലസ് β² ആണ്. അത് എത്ര കിട്ടും, 12 കിട്ടും. ഓക്കെ, ഇത് നമ്മൾ സാധാ ചെയ്യുന്ന ഒരു കണ്ടിന്യൂറ്റിയിൽ അല്ലെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റിയിലും ചോദിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ഡെഫിനിഷൻ വെച്ചിട്ട് ചോദിക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം പോയിന്റിൽ. ഡെറിവേബിൾ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, ഫംഗ്ഷൻ എന്തുകൂടെ ആയിരിക്കണം, കണ്ടിന്യൂസ് കൂടി ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, -π/2 to π/2 sin സ്ക്വയർ x/1 + 2 raised to x ആണ്. നമുക്ക് എന്താ അറിയാം, എഫ് ഓഫ്
എക്സ് ഡി എക്സ് എവിടെ നിന്ന് എങ്ങോട്ട് എ ടു ബി ആണ് എന്നുണ്ടെങ്കിൽ അതെന്തിന് ഈക്വലാണ്? ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സിന് ഈക്വലാണ്. ഓക്കെ, അത് എന്തെന്ന് പറയും? കിങ്സ് റൂൾ എന്ന് പറയും. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? മൈനസ് എക്സ് ആയി. സോ നമ്മൾ എന്ത് ചെയ്താണ്? ഇൻ്റഗ്രലിന് മൈനസ് എക്സ്, എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്തിട്ട് നമ്മൾ തന്നെ സോൾവ് ചെയ്യുകയാണ്. നമുക്ക് എന്ത് കിട്ടും? സൈൻ ഓഫ് മൈനസ് എക്സ് കിട്ടും. അതെന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി? സൈൻ ഓഫ് സൈൻ എക്സ് തന്നെ ആയി. സൈൻ സ്ക്വയർ എക്സ് ആയി. ഓക്കെ, ഡിനോമിനേറ്ററിൽ ആരുണ്ട്? 1 + 2⁻1 മൈനസ് എക്സ് ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. ഈ 1/2 എക്സിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? സൈൻ സ്ക്വയർ എക്സ് × 2 ഡിവൈഡ് ബൈ 1 + 2 എന്ന് കിട്ടും. ഇനി രണ്ടും ആഡ് ചെയ്താൽ 2y = -π/2 to π/2 സൈൻ സ്ക്വയർ എക്സ് × 1 + 2 ഡിവൈഡ് ബൈ 1 + 2 കിട്ടും. കോമൺ ടേമാണ്, നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. പോസിറ്റീവ് ടേമാണ്, 0 ആവില്ല. ഓക്കെ, സോ 2y = എന്താണ്? -π/2 to π/2 സൈൻ സ്ക്വയർ എക്സ് dx ആണ്. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് അല്ലേ? എക്സ് മൈനസ് എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത റിസൾട്ട് ഉപയോഗിക്കാം. എന്താണത്? -a to a എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 2 × 0 to എഫ് ഓഫ് എക്സിന് ഈക്വലാണ്. എപ്പോഴാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈവൻ ആണെന്നുണ്ടെങ്കിൽ. അടുത്തത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താവും? 2 × സൈൻ സ്ക്വയർ എക്സ് എന്നാവും. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പിന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അടുത്ത തിയറം ഏതാണത്? കിങ്സ് റൂൾ ആണ്. ഒന്നുകൂടെ ഉപയോഗിക്കുക. എങ്ങനെ? സൈൻ എക്സിനെ π/2 മൈനസ് എക്സ് കൊടുത്തിട്ടുണ്ട്. എന്തായി? കോസ് എക്സ് ആയി. ഇനി നമ്മൾ രണ്ടിനെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? സൈൻ സ്ക്വയർ എക്സ് + കോസ് സ്ക്വയർ എക്സ് × dx കിട്ടും. സൈൻ സ്ക്വയർ എക്സ് + കോസ് സ്ക്വയർ എക്സ് എവിടെയും എത്രയാണ്? 1 ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? 2y = ഇൻ്റഗ്രൽ ഓഫ് 0 to π/2 dx എന്ന് കിട്ടും. 2y = എന്ത് കിട്ടും? π/2 എന്ന് കിട്ടും. സോ i = π/4 എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ പേപ്പറിലും ചോദിച്ചതായിട്ട് കണ്ടു. അവിടെ ഫംഗ്ഷൻ അവർ മാറ്റിയിട്ടുണ്ട്. കോസ് സ്ക്വയർ എക്സും 1 + 3 ആണ് അവർ ചോദിച്ചത്. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. സോ എന്ത് ചെയ്യുക? ആ ഒരു ക്വസ്റ്റ്യൻ ഏകദേശം ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ഉപയോഗിക്കണം? കിങ്സ് റൂളും മറ്റേ റൂൾസുകളും നമ്മൾ ഉപയോഗിക്കണം. ഒരു ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡാണോ എന്നറിയാൻ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സിന് പകരം -x കൊടുത്തു നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -f(x) ആണ് എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? ഓഡാണ്. എഫ് ഓഫ് എക്സ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? ഈവൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ 0 to 2 വരെ എന്താണ്? x-2 ആണ്. -2 to 0 വരെ -2 ആണ്. എന്നിട്ട് h of x എന്ന് പറയുന്ന അടുത്തൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ്? എഫ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് ആണ്. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സിൻ്റെയും സമ്മാണ് ആരെന്ന് പറയുന്നത്? എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇൻ്റഗ്രേഷൻ ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്ന് എവിടം വരെ? -2 to 2 വരെ. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എച്ച് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എച്ച് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ എഫ് ഓഫ് മോഡ് എക്സ് വേണം. എഫ് ഓഫ് മോഡ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് ഈക്വലാണ് എവിടെ? എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. എഫ് ഓഫ് -എക്സിന് ഈക്വലാണ് എവിടെ? എക്സ് നെഗറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. സോ എക്സ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സിൻ്റെ ഫംഗ്ഷന് പകരം -x കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x-2 -x-2 കിട്ടും. ഇനി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ടേമിനെ നേരെ പോസിറ്റീവ് ആക്കും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? x-2 ഉണ്ട്. 0 to 2 x-2 എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ് അല്ലേ? 2നേക്കാളും ചെറിയ നമ്പറിൽ നിന്ന് 2 കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ നെഗറ്റീവാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ എഴുതുമ്പോൾ മോഡുലസ് കഴിയുമ്പോൾ എന്തായി? -x-2 ആയി. ഇനി -2 to 0 വരെയോ ഫംഗ്ഷൻ -2 ആണ്. അതും നെഗറ്റീവാണ്. അതിന് മോഡുലസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? -2 + 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ഇൻ്റർവൽ അനുസരിച്ച് ആഡ് ചെയ്യണം. 0 to 2 വരെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആരൊക്കെ? x-2ഉം -x-2 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇനി -2 to 0 വരെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആരെ? -x-2ഉം 2ഉം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -x കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻ്റ് ആണ്. എവിടെ നിന്ന് എവിടം വരെ? -2 മുതൽ 0 വരെ ആരാണ് ഫംഗ്ഷൻ? -x ആണ്. 0 മുതൽ 2 വരെ ആരാണ്? 0 ആണ്. ഈ ടേം എന്തായി? 0 ആയി. നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും 2 കിട്ടും. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ഗ്രാഫ് ഉപയോഗിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഗ്രാഫ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഓക്കെ, എഫ് ഓഫ് മോഡ് എക്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അതെന്ത് ഏതിലാണ്? വൈനാണ് നമ്മൾ എന്ത് ചെയ്യുക? മിറർ ഇമേജ് എടുക്കേണ്ടത്. ഇനി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിന് എന്ത് ചെയ്യുക? മിറർ ഇമേജ് എടുക്കുക. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് എക്സ് എന്ന് പറയുന്നത്, ഇതായിരിക്കും മോഡുലസ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഗ്രാഫിനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് ഗ്രാഫിൻ്റെ കുറച്ച് തിയറികളൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചില ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഒരു GP ക്വസ്റ്റ്യൻ ആണ്. സീക്വൻസ് ആൻഡ് സീരീസിൽ സാധാരണ നമുക്ക് കുറച്ച് എളുപ്പമുള്ള പോർഷനാണ്. എന്നിരുന്നാലും അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ അല്ലേ? ഇവിടെ നോക്കുക, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? T1 എന്ന് പറയുന്നത് 2 ആണ്. T2 എന്ന് പറയുന്നത് P ആണ്. T3 എന്നത് Q ആണ്. ഇവരെന്താണ്? ഒരു GPയിൽ ആദ്യത്തെ 3 ടേംസ് ആണ്. അത് മാത്രമല്ല ഇവരെന്താണ്? ഒരു APയിലെ 7ാമത്തെയും 8ാമത്തെയും 13ാമത്തെ ടേംസ് കൂടെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ GPയിലെ 5ാമത്തെ ടേം APയിൽ എത്രാമത്തെ ടേം ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എന്നിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്.
എ എന്ന് പറയുന്നത് എന്താണ് രണ്ടാമത്തെ ടേം, ഫസ്റ്റ് ടേമാണ്. പി എന്ന് പറയുന്നത് എന്താണ് ജി പിയുടെ രണ്ടാമത്തെ ടേമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 2r എന്ന് എഴുതാം. ക്യൂ എന്ന് പറയുന്നത് മൂന്നാമത്തെ ടേമാണ്. നമുക്ക് എങ്ങനെ എഴുതാം 2r² എന്ന് എഴുതാം. ഇനി ഇത് തന്നെ ഏഴാമത്തെ ടേമാണ് ഇവിടെ എ പിയിൽ, എട്ടാമത്തെ ടേമാണ് ഇവിടെ എ പിയിൽ, 13ാമത്തെ ടേമാണ് ഇവിടെ എ പിയിൽ. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ ഇവിടുന്ന് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ഡി ബാക്കിയാവും, ഇവിടെ ആര് ബാക്കിയാവും? 2r - 2 ബാക്കിയാകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? d = 2 × r - 1 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 5d = 2r × r - 1 എന്ന് കിട്ടും. ഡി എത്രയാണ് നമുക്കറിയാം, 2 × r - 1 ആണെന്ന് അറിയാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? r = 5 എന്ന് കിട്ടും. ഇനിയോ d = 8 എന്ന് കിട്ടും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ a1 എന്ന് പറയുന്നത് എന്താണ്? a1 എന്ന് പറയുന്നത് a1 + 6d = 2 ആണ്. d എന്ന് പറയുന്നത് 8 ആണ്. സോ a1 എന്ന് പറയുന്നത് എന്താണ്? 2 - 48 ആണ്, -46 ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജി പിൻ്റെ 5th ടൈം എന്ന് പറയുന്നത് എന്താണ്? a × r⁴ ആണ്. എ പിയുടെ nth ടൈം എന്ന് പറയുന്നത് എന്താണ്? -46 + n - 1 × d. d എത്രയാണ്? 8 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് n കിട്ടും 163 എന്ന് കിട്ടും. നമ്മളിത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് r = 1 എന്നൊരു ആൻസർ കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് r = 1 ആണ് എന്നുണ്ടെങ്കിൽ ജി പിയിൽ എല്ലാ ടേംസും എന്താവും? ഈക്വൽ ആകും. എന്നിട്ട് അത് എ പിയിലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ആൻസർ ശരിയായിട്ട് കിട്ടില്ല. ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ അവർ കൊടുക്കണം. എങ്ങനെ? ഇത് എന്താവരുത് എന്നുള്ളത്, സെയിം ആവരുത്, r 1 ആവരുത് എന്നുള്ളൊരു കണ്ടീഷൻ കൂടെ കൊടുത്തിരിക്കണം. അത് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്വസ്റ്റ്യന് മെമ്മറി ബേസ്ഡ് ആണ്, അത് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രം. അടുത്ത ജി പിയിലെ ക്വസ്റ്റ്യനാണ്, സീക്വൻസ് ആൻഡ് സീരീസിലെ ക്വസ്റ്റ്യനാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ജി പിയും എ പിയും കണക്ട് ചെയ്തിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്നത് എ പിയിലാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? 2b = a+c ആണെന്ന് പറയാം. ഇനിയോ a+1ഉം ബിയും c+3യും ജി പിയിലാണ്. അരിത്മെറ്റിക് മീൻ ഓഫ് എ ബി സി എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ a+c/3 എന്ന് പറയുന്നത് 8 ആണ്. a+b+c എന്താണ്? 24 ആണ്. നമുക്കറിയാം എന്താണ്? 2b = a+c ആണ്. എങ്ങനെ അറിയാം? എ ബി സി എന്ന് പറയുന്നത് എ പിയിലാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? a+cക്ക് പകരം 2b കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? ബിൻ്റെ വാല്യൂ കിട്ടും 8 ആണ്. സോ മിഡിൽ ടേം എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ a+c എന്താണ്? 16 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ്? b² = a+1 × c+3 ആണ്. എന്തുകൊണ്ട്? ആ ഒരു 3 ടേംസും ജി പിയിലാണ്. ഓക്കെ, ജോമെട്രിക് മീൻ തൊട്ട് മുമ്പിലെയും നെക്സ്റ്റ് ടേമിൻ്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. ഓക്കെ, b² = a+1 × c+3. സിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 16 - a എന്ന് കൊടുക്കാം. അത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടും? എക്ക് 2 വാല്യൂസ് കിട്ടും, a 15ഉം എക്ക് 3യും കിട്ടും. ഓക്കെ, ഇനി a 3 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സീരീസ് എഴുതുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? 3, 8, 13 കിട്ടും. a 15 ആയിട്ട് നമ്മൾ സീരീസ് എഴുതുകയാണ്. നമുക്ക് എന്ത് കിട്ടും? 15, 8, 1 എന്ന് കിട്ടും. ഓക്കെ, സീരീസ് അല്ല, സീക്വൻസ് എഴുതുകയാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? ദെൻ ദ വാല്യൂ ഓഫ് ക്യൂബ് ഓഫ് ജോമെട്രിക് മീൻ ഓഫ് എ ബി സി. ജോമെട്രിക് മീൻ ഓഫ് എ ബി സി എന്താണ്? ABC⁻1/3 ആണ്. അതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? ABC എന്ന് തന്നെ കിട്ടും. സോ ABC നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? 2 ABC വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എന്ത് കിട്ടും? 312ഉം 120യും കിട്ടും. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഇത് ഇനി ന്യൂമറിക്കൽ ആണ് എന്നുണ്ടെങ്കിൽ 2 ആൻസർ വരും. അപ്പോൾ ഇതെന്തായിരിക്കണം? ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിരിക്കണം, ഏതെങ്കിലും ഒരു ഓപ്ഷൻ തന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ dy/dx = 2x² + 2x + 3 / x⁴ + 2x³ + 2x² + 2x + 2. എന്നിട്ട് എന്ത് തന്നിട്ടുണ്ട്? y of -1 എന്നിട്ടുണ്ട്. എത്രയാണ്? അത് -π/4 ആണ്. എന്നിട്ട് എന്ത് ചോദിച്ചിരിക്കുന്നു? y of 0 ചോദിച്ചിരിക്കുന്നു. ഓക്കെ, ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതാണ്. 2x² എന്ന് ഒരു x² ഞാൻ മാറ്റി വെച്ചു, ഒരു +3 എന്ന് ഒരു 1നെ മാറ്റി വെച്ചു. എങ്ങനെ എഴുതി? x² + 2x + 2 + x² + 1 എന്ന് എഴുതി. ഡിനോമിനേറ്ററിലെ ടേമിൽ ആദ്യത്തെ 4 ടേംസ്, അത് കഴിഞ്ഞിട്ട് 3x² ഉണ്ട്, അതിനെയും ഞാൻ എന്ത് ചെയ്തു? 2x² x² ആയിട്ട് മാറ്റി. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുണ്ട്? ഒരു x² കോമൺ ഉണ്ട്. അതിനെ ഞാൻ പുറത്തെടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടും? x² + 2x + 2 കിട്ടും. സോ ഇവിടെ ഒരു x² + 2x + 2 ഉണ്ട്, ഇവിടെ ഒരു x² + 2x + 2 ഉണ്ട്. അതിന് എനിക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. നമുക്ക് എന്ത് കിട്ടും? x² + 1 കിട്ടും. ഇനി എബോവ് നോക്കുകയാണെങ്കിൽ ആര് തന്നെ ഉണ്ട്? x² + 2x + 2 ഉണ്ട്, പിന്നെയോ x² + 1 ഉണ്ട്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/x² + 2x + 2ഉം 1/1 + x² എഴുതാം. ഇനി 1/x² + 2x + 2 എന്ന് പറയുന്നത് ആരാണ്? x+1 ഹോൾ സ്ക്വയർ + 1 ആണ്. അല്ലേ? x+1 ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? x² + 2x + 1 കിട്ടും. അതിനോട് 1 കൂടിയതാണ് ഈ ടേം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്ത് കിട്ടും? 1/1 + x² എന്ന് കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1/1 + x² ഇൻ്റഗ്രൽ ആരാണ്? tan inverse of x ആണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ആദ്യത്തെ ഒരു x+1 എന്ന ടേമിലുണ്ട്, രണ്ടാമത്തേൽ എന്തുണ്ട്? x എന്ന ടേമിലുണ്ട്. അതിനൊപ്പം ഒരു ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് കൂടെ കയറി വരും. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പോയിന്റ് തന്നിട്ടുണ്ട്. ആരാണ്? y of -1 = -π/4 ആണ്. ആ നമ്മൾ പോയിന്റ് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സി എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് എന്താണ്? 0 ആണ്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? y of 0 കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? x-ന് 0 കൊടുക്കണം. x 0 കൊടുത്താൽ tan inverse of 1 + tan inverse of 0 കിട്ടും. അത് എത്രയാണ്? π/4 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് π/4 ആണ്.
അടുത്ത തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഒരു ക്വസ്റ്റ്യൻ, ഇത് വേറെ മെത്തേഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നിട്ടുള്ള ടേംസിന് നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ ഡി വൈ പ്ലസ് 2xy ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഡി എക്സ് മൈനസ് 2dx എന്ന് എഴുതാം. ഇതിന് എന്ത് ചെയ്തു? നമ്മൾ 2xy നമ്മൾ പുറത്തെടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു എക്സ് സ്ക്വയർ പ്ലസ് 4 കിട്ടി ഇവിടുന്ന്. ഓക്കെ, ഈ -2 ഞാൻ സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചു. ഇനി എന്ത് ചെയ്യാണ്? എല്ലാ ടേമിനെയും എക്സ് സ്ക്വയർ പ്ലസ് 4 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡ് ബൈ ഡി എക്സ് പ്ലസ് 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ. അതുകൊണ്ട് മാത്രമല്ല ഡി എക്സ് കൊണ്ട് എല്ലാ ടേമിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഒരു ടേമിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ കിട്ടിയിരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? e⁻pdx, പി എത്രയാണ് ഇവിടെ? 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. സോ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞിട്ട് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യുക? സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് നമ്മുടെ ബാക്കിയുള്ള ഫംഗ്ഷൻ എന്താണ്? 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? y(0) = 0 തന്നിട്ടുണ്ട്. അതിലൂടെ എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. y(2) = എന്നിട്ട് എന്ത് ചെയ്യാം? 2 എക്സിന് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത വാല്യൂയും കിട്ടും. ഓക്കെ, സോ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഹോമോജനസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി വെക്ടറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സെഷനും തന്നെ 4 ക്വസ്റ്റ്യൻ വീതം വന്ന ചാപ്റ്ററാണ് വെക്ടറും 3Dയും. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് കിട്ടിയിട്ടുള്ളൂ. അതിനർത്ഥം അത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവില്ല എന്നല്ല. എന്താണ്, കുട്ടികളുടെ ഓർമ്മശക്തി ആണല്ലോ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുക? ആ ചാപ്റ്റർ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് സി ഈസ് എ വേരിയബിൾ യൂണിറ്റ് വെക്ടർ സച്ച് ദാറ്റ് സി മേക്സ് ആൻ ആംഗിൾ 45 വിത്ത് ബി ആൻഡ് 60 വിത്ത് എ, വേർ ബി ഈസ് ഈക്വൽ ടു i മൈനസ് കെ, എ ഈസ് ഈക്വൽ ടു 2i പ്ലസ് 2j മൈനസ് കെ ആൻഡ് മോഡുലസ് ഓഫ് സി പ്ലസ് 2a മൈനസ് 3b ആണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു മോഡുലസ് ടേം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെ ചെയ്യേണ്ടത്. അതിന് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതി. ബാക്കിയുള്ള വാല്യൂസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാം. സി യൂണിറ്റ് വെക്ടർ ആണ് തന്നിട്ടുണ്ട്. എയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? 4, 2 -1 ആണ്. അതിൻ്റെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. ബീൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് ബി = √2 കിട്ടും. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? a.b,b.c കണ്ടുപിടിക്കണം. കാരണം നമ്മൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ടേംസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടും. ഓക്കെ, a.b കണ്ടുപിടിക്കാൻ എയിലെയും ബിയിലെയും എന്താണ് കോമ്പണൻസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 + 1 3 എന്ന് കിട്ടും. ഇനി b.c കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ അറിയാം? മോഡുലസ് ബിയും മോഡുലസ് ഓഫ് സിയും അറിയാം, ബിയും സിയും തമ്മിലുള്ള ആംഗിളും അറിയാം അല്ലേ? സോ cos 45 എന്ന് പറയുന്നത് 1/√2 കിട്ടും. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇനി എന്ത് കണ്ടുപിടിക്കണം? a.c കണ്ടുപിടിക്കണം. a.c കണ്ടുപിടിക്കുമ്പോൾ മോഡുലസ് ഓഫ് a × c × cos എത്രയാണ്? 60 ആണ്. ഇവിടെ ആംഗിൾ വന്നിട്ടുള്ളത് 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മോഡുലസ് ഓഫ് c + 2a മൈനസ് 3b ഹോൾ സ്ക്വയർ എന്ത് ചെയ്യണം? 2 ടേമിന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. മോഡുലസ് ഓഫ് a² = a.a ആണ്. ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. a + b + c വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലൊക്കെ അധികം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇവിടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. എല്ലാ ടേംസും നമുക്കറിയാം. മോഡുലസ് ഓഫ് സി അറിയാം, എ അറിയാം, ബി അറിയാം, a.c അറിയാം, a.b അറിയാം, b.c അറിയാം. അതിനൊക്കെ വാല്യൂ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. നമുക്ക് ഇവിടെ √19 എന്ന ആൻസർ കിട്ടും. അത് ക്വസ്റ്റ്യന് ഇത് തന്നെ ആയിരിക്കണം എന്നില്ല. ഈ ഒരു ടൈപ്പ് നമ്മൾ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ വെക്ടറിലെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് വെച്ചിട്ട് മോഡുലസ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് a = i + j + k, b = 2a + 4j - 5k, c = xi + 2j + 3k. ഇഫ് d ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് b + c. d എന്താണ്? യൂണിറ്റ് വെക്ടർ ആണ്. പിന്നെ ഏതിൻ്റെ ഡയറക്ഷനിലാണ്? b + cൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ എന്താണ്? മോഡുലസ് ഓഫ് b + c ബൈ b + c ബൈ മോഡുലസ് ഓഫ് b + c എന്ന് പറയുന്നത് എന്താണ്? 1ന് ഈക്വൽ ആണ്. ഓക്കെ, എന്ത് പറഞ്ഞിട്ടുണ്ട്? a.d എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു തിയറി നമ്മൾ യൂസ് ചെയ്യുകയാണ്. എന്നിട്ട് 1ന് ഈക്വേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ബിയും സിയും നമുക്കറിയാം. ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അൺനോൺ എന്ന് പറയുന്നത് ഈ എക്സ് മാത്രമാണ്. ആ എക്സിന് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? a×b.c ആണ്. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയും. മോഡുലസ് ഓഫ് ABC എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് a1 plus a1 b1 c1 ബൈ a2 b2 c2 a3 b3 c3 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എക്സാമ്പിളൊക്കെ ചെയ്തിട്ടുണ്ടാവും, ക്ലാസ് ചെയ്തിട്ടുണ്ടാവും. ഇത് കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് a×b കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് c ചെയ്താൽ മതി. സോ ഈ ഒരു ഇക്വേഷൻ അറിയാവുന്നവർ എന്ത് ചെയ്യുക? ഇത് ഉപയോഗിക്കുക. ഇതിൽ നമുക്ക് എന്താണ്? x ആണ് ഒരു വേരിയബിൾ. നമുക്ക് അറിയാത്ത ഒരു വാല്യൂ എന്ന് പറയുന്നത് x ആണ്. അത് എന്തിൽ തന്നിട്ടുണ്ട്? നമ്മുടെ എബോവ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്.
എബോ ഇക്വേഷൻ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഏകദേശം ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമ്മൾ ഡിറ്റർമിനൻസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു പോർഷൻസ് കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ കവർ ചെയ്യുക. പിന്നെയോ ഡിറ്റർമിനൻ്റ് എയും ഡിറ്റർമിനൻറ്റും മോഡുലസ് ഓഫ് എയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള അഡ്ജോയിൻ്റ് ഓഫ് എ ഒക്കെ വെച്ചിട്ട് മെട്രിക്സ് എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് നോക്കുന്നത്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ചാപ്റ്ററും തന്നെ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് നാളത്തെ എക്സാമിലേക്ക് പോവുക. എക്സാം എന്തായിരിക്കും, കുറച്ച് ലെങ്തി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം കുറച്ച് കടുപ്പാണെന്നൊക്കെ തോന്നും. പക്ഷേ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. നമ്മൾ എന്താണ്, നമുക്ക് എളുപ്പമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക. എന്നിട്ട് കുറച്ച് ലെങ്തി ആണ്, ഇതെനിക്ക് കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമ്മുടെ റൗണ്ട് നമ്പർ 2ലേക്ക് വെക്കുക. അങ്ങനെ ഓരോ റൗണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ബൈ. അടുത്ത നമ്മുടെ സാറ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഓക്കെ ഓക്കെ, ആഡ് ചെയ്യാം. യെസ്, റെഡി മക്കളെ, ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു ഫയലൊന്ന് അയക്കട്ടെ. യെസ്, ബീറ്റ അല്ലേ ഇത്? യെസ് മക്കളെ, അപ്പോൾ നമ്മൾ ഈവനിങ് ഷിഫ്റ്റിലുള്ള കെമിസ്ട്രിയിലുള്ള അവൈലബിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് പിരമിഡൽ ഷേപ്പ്? യെസ്, അതിൽ മക്കളെ നമുക്ക് മോണോസെൻട്രിക് ആയിട്ടുള്ള രണ്ടാളുകളുണ്ടല്ലോ, അവരെ നമുക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒന്ന് SO4 2- അതേപോലെ SO3 2-. SO4 2- എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം, SO4 2- എന്ന് പറഞ്ഞാൽ സൾഫറിൽ നമുക്ക് 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ 2- കൂടെ കൂട്ടിക്കോ, അപ്പോൾ 8 വാലൻസ് ഇലക്ട്രോൺ ആയി അല്ലേ. 4 ഓക്സിജൻ അറ്റാച്ച് ചെയ്താൽ അത് തീർന്നു. ഓക്കെ, ആ സിംഗിൾ ബോണ്ടിലൂടെ നെഗറ്റീവ് ചാർജ് വന്നിട്ടൊക്കെ സ്റ്റേബിൾ ആവാം, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ബട്ട് മൊത്തം ചാർജ് അടക്കം നമ്മൾ കൗണ്ട് ചെയ്തു. 6 വാലൻസ് ഇലക്ട്രോണും 2 മൈനസ് ഒരു കൂട്ടി 8. 4 ഓക്സിജൻ ബോണ്ട് ചെയ്തു, അപ്പോൾ കഴിഞ്ഞു. കാരണം ഓക്സിജൻ ഡൈവാലൻ്റ് ആണ് എന്നുള്ളൊരു രൂപത്തിൽ നമ്മൾ പരിഗണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ചാർജും കൂടെ അധികം പരിഗണിക്കുന്നതുകൊണ്ട് 8 ഇലക്ട്രോൺ യൂസ് ചെയ്തു എന്ന് പറയാം. സോ 4 ബോണ്ട് പെയറും 0 ലോൺ പെയറുമാണ്. 4 ബോണ്ട് പെയറും 0 ലോൺ പെയറുമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വരിക, ടെട്രാഹീഡ്രലാണ് വരിക. ഓക്കെ, ഇനി SO3 2-. SO3 2- എന്ന് പറയുമ്പോൾ മക്കളെ സൾഫറിൽ 6 വാലൻസ് ഇലക്ട്രോൺ, ഈ 2 മൈനസ് ഒരു കൂട്ടി 8 ഇലക്ട്രോൺ ആയി. 3 ഓക്സിജൻ അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ 6 എണ്ണം യൂസ് ചെയ്തു, ബാക്കി 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു പെയർ ബാക്കിയുണ്ട്. അപ്പോൾ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ്. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ് VSEPR തിയറി അനുസരിച്ച്. യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. SO3 2- പറയുമ്പോൾ 2 ഓക്സിജൻ മൈനസ് ചാർജ് നേടി സ്റ്റേബിൾ ആയിട്ടുണ്ട്. 1 ഓക്സിജൻ ഡബിൾ ബോണ്ടിലൂടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി 1 2 3 4 ബാക്കി 6 എണ്ണത്തിൽ 2 എണ്ണം നമ്മുടെ ലോൺ പെയർ ആയിട്ട് 1 ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ എത്ര ബോണ്ട് പെയേഴ്സ് കൗണ്ട് ചെയ്യണം? 3 സിഗ്മ ബോണ്ട്സും 1 ലോൺ പെയറുമാണ്. പിരമിഡലാണ് ഷേപ്പ്. പൈ ബോണ്ടിനെ നമ്മൾ മൾട്ടിപ്പിൾ ബോണ്ട്സിനെ സിംഗിൾ ആയിട്ടേ കൗണ്ട് ചെയ്യേണ്ടതുള്ളൂ. അതാണല്ലോ VSEPR തിയറി. അപ്പോൾ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ് അക്കോർഡിംഗ് ടു VSEPR തിയറി, ആൻഡ് ഇറ്റ് ഈസ് പിരമിഡൽ ഇൻ ഷേപ്പ്. ഓക്കെ മക്കൾ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മേജർ പ്രോഡക്റ്റ് എയേഴ്സ്. ഇതൊരു ഡീഹൈഡ്രോ ഹാലോജനേഷൻ ആണ്. നോക്കുക, ഡീഹൈഡ്രോ ഹാലോജനേഷൻ. ആൽക്കോളിക് AOH ഉപയോഗിച്ചുകൊണ്ട് ഡീഹൈഡ്രോ ഹാലോജനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ നമുക്ക് ആൽഫ കാർബൺ എന്ന് വിളിക്കാം. ആൽഫ. അങ്ങനെയാണെങ്കിൽ there are 2 ബീറ്റ കാർബൺസ്. ഇതും ബീറ്റയാണ്, ഇതും ബീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഏത് ബീറ്റ കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുക? ആൽഫ കാർബണിൽ നിന്ന് എന്തായാലും Br- നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഏത് ബീറ്റ കാർബണിനാണ് H+ എലിമിനേറ്റ് ചെയ്യുക?
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ, ഇവിടുന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും ഡബിൾ ബോണ്ട് വരിക. എന്നാൽ ഇവിടുന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്താൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും. അതിലെവിടെ ഡബിൾ ബോണ്ട് വരുന്നതായിരിക്കും മേജർ പ്രോഡക്റ്റ്. ശ്രദ്ധിക്കുക, 2 ബീറ്റ കാർബൺ ഉണ്ട്, ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം. മക്കളെ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇവിടുന്നാണ് എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇവിടെ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ റിങ്ങുമായിട്ട് കോൺജുഗേഷൻ കിട്ടും. ബെൻസീൻ റിങ്ങുമായിട്ട് കോൺജുഗേറ്റഡ് ആണ് ആ ആൽക്കീൻ. ആ ആൽക്കീന് മോർ കോൺജുഗേഷൻ ഉണ്ട്. എന്നാൽ ഇവിടെ ഡബിൾ ബോണ്ട് വന്നാൽ റിങ്ങുമായിട്ടുള്ള കോൺജുഗേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ മേജർ പ്രോഡക്റ്റ് റിങ്ങുമായി കോൺജുഗേഷനിൽ ഏർപ്പെടുന്ന ആൽക്കീനാണ്. ഓപ്ഷൻ എ ആണ് മേജർ പ്രോഡക്റ്റ്. റെഡിയാണോ? ഓറഞ്ച് മീഡിയ വെബ് ഹായ്, ഹലോ മോനെ, പറഞ്ഞ ക്ലിയർ ആണോ? ആൽക്കോളിക് AOH ഉപയോഗിച്ചു, ഡീഹൈഡ്രോ ഹാലോജനേഷൻ ആണ്. ഓക്കെ, റെഡി? അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നെങ്കിൽ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം. എന്തുകൊണ്ട് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ആൽക്കീന് കോൺജുഗേറ്റഡ് ആൽക്കീനാണ്. ദാറ്റ് ഈസ് മോർ സ്റ്റേബിൾ. ക്ലിയർ ആണ്? യെസ്. എടാ അടുത്തത് IUPAC നെയിം ഓഫ് കാറ്റിക്കോൾ. ആരാ കാറ്റിക്കോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ. ബെൻസീൻ റിങ്ങിൽ 2 അടുത്തടുത്ത പൊസിഷനിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്. 1,2 ആണ്. 1,2. സോ ഇറ്റ് ഈസ് ബെൻസീൻ 1,2 ഡയോൾ. ബെൻസീൻ 1,2 ഡയോൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ഫോർ ലിഥിയം, സോഡിയം, ക്ലോറിൻ ആൻഡ് ഫ്ലൂറിൻ. ലിഥിയത്തിനും സോഡിയത്തിനും ക്ലോറിനും ഫ്ലൂറിനും ഈ 4 ആളുകളെ അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം, ലിഥിയവും സോഡിയവും ആൽക്കലി മെറ്റൽസ് ആണ്, ഫ്ലൂറിനും ക്ലോറിനും ഹാലജൻസ് ആണ്. ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. ആൻഡ് വേറൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, ഇവർ മെറ്റൽ, ഇവർ നോൺ മെറ്റൽ. ആരാ ഇലക്ട്രോൺ എളുപ്പം തരിക? ഇലക്ട്രോണിൽ നിന്ന് എളുപ്പം റിമൂവ് ചെയ്യാൻ പറ്റിയ മെറ്റലിൽ നിന്നാണ്. മെറ്റൽസിൻ്റെ പ്രത്യേകതയാണല്ലോ അവർ ഇലക്ട്രോൺ എളുപ്പം റിലീസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൽക്കലി മെറ്റൽസിൻ്റെ അയണൈസേഷൻ എനർജി ഹാലജനേക്കാൾ കുറവാണ്. ആൽക്കലി മെറ്റലിനാണ് അയണൈസേഷൻ എൻതാൽപ്പി കുറവുള്ളത് ഹാലജനേക്കാൾ. അതിന് അടുത്ത നമ്മൾ ഓർഡർ ഉപയോഗിക്കേണ്ടത് ഡൗൺ ദ ഗ്രൂപ്പ് I ഡിക്രീസസ്. അപ്പോൾ ലിഥിയത്തിനേക്കാൾ കുറവാണ് സോഡിയത്തിന്, അതുപോലെ ഫ്ലൂറിനേക്കാൾ കുറവാണ് ക്ലോറിന്. അപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യാം, ഏറ്റവും കുറവ് സോഡിയം, ദെൻ ലിഥിയം, ദെൻ ക്ലോറിൻ, ദെൻ ഫ്ലൂറിൻ. ഏതാ കറക്റ്റ് ആൻസർ? സോഡിയം, ലിഥിയം, ക്ലോറിൻ, ഫ്ലൂറിൻ. ഓപ്ഷൻ എ വരും. റെഡിയല്ലേ മക്കളെ? വാട്ട് ഈസ് ദ സം ഓഫ് നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് പ്രസന്റ് ഇൻ 2-oxo X4-ine 1-oic acid? Oic acid. 2-oxo എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാർബണിൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. 2-oxo ഹെക്സ് ആണ്. ഹെക്സ് 4-ine നാലാമത്തെ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ആൻഡ് 1-oic acid, കാർബോക്സിലിക് ആസിഡ്. ഇതാണ് ആ സ്ട്രക്ചർ. അപ്പോൾ ഇതിലുള്ള സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം എത്രയാ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. 14 സിഗ്മ ബോണ്ട്സ് അവൈലബിൾ ആണ്. മക്കളിതിൽ എത്ര പൈ ബോണ്ട്സ് ഉണ്ട്? ട്രിപ്പിളിൽ 2 പൈ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു പൈ ബോണ്ട്, 4 പൈ ബോണ്ട്. അപ്പോൾ 14 സിഗ്മ ബോണ്ട് 4 പൈ ബോണ്ടും കൂട്ടിയ ടോട്ടൽ ബോണ്ടിൻ്റെ സമ്മ ചോദിച്ച് സിഗ്മ പൈ ബോണ്ടിൻ്റെ സമ്മ് 18. ഓക്കെ, സ്ട്രക്ചർ വരയ്ക്കുന്നു, സിഗ്മ ബോണ്ടും പൈ ബോണ്ടും കൗണ്ട് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ മക്കൾ, അടുത്തത് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ നോക്കിയേ? ദ നമ്പർ ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇസ് ഇറ്റ് ട്രൂ? ഇറ്റ് ഈസ് റോങ്. ഇറ്റ് ഈസ് റോങ്. മക്കളെ, നമ്മൾ സോഴ്സിൻ്റെ ഫ്രീക്വൻസി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെൻറ്റിൽ എന്താ സംഭവിക്കുക? കൈനറ്റിക് എനർജി ഓഫ് ഈച്ച് ഫോട്ടോ ഇലക്ട്രോൺ ഇൻക്രീസസ്. ഓരോ ഫോട്ടോ ഇലക്ട്രോണിൻ്റെയും കൈനറ്റിക് എനർജി കൂടും, അല്ലാതെ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ കൂടില്ല. ഫോട്ടോ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഇൻറ്റൻസിറ്റിയാണ്, അല്ലാണ്ട് ഫ്രീക്വൻസി അല്ല. ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്താൽ ഫോട്ടോ ഇലക്ട്രോണിൻ്റെ എണ്ണം മാറും, ഫോട്ടോ കറണ്ട് മാറും. ഫോട്ടോ കറണ്ട് കൂട്ടാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഫോട്ടോ ഇലക്ട്രോണിൻ്റെ എണ്ണത്തെ തീരുമാനിക്കുന്ന ഇൻറ്റൻസിറ്റിയാണ്, ഫ്രീക്വൻസി അല്ല. സോ ആദ്യം തന്ന സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കിയേ. ദ കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ശരിയല്ലേ? കൈനറ്റിക് എനർജി ഫ്രീക്വൻസി കൂടുമ്പം കൂടും. എന്താ കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല? H × ν−ν0. അതിൽ ν0 ആണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്തായാലും ഈ ന്യൂ കൂടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ മക്കളെ, ന്യൂ ഡബിൾ ചെയ്താൽ കൈനറ്റിക് എനർജി എന്താവും നോക്കും. ന്യൂ ഡബിൾ ചെയ്താൽ കൈനറ്റിക് എനർജി ഡബിൾ ആവുകയല്ല ചെയ്യുക, കാരണം ν0 സെയിം ആക്കി വെച്ചിരിക്കുക. ν0 ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. ν0 മാറിയിട്ടില്ല, ഒരേ മെറ്റലാണ്.
ഒരു ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെൻറ്റിൽ സെയിം മെറ്റൽ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ന്യൂ ഡബിൾ ചെയ്താൽ കൈനറ്റിക് എനർജി എന്താവും നോക്കിക്കൂ. മോർ ദാൻ ഡബിൾ ആണ് ഉത്തരം, ഡബിൾ അല്ല. ഓക്കെ, ഒന്ന് ചിന്തിച്ച് ചെയ്തു നോക്കിക്കോളാണ്ടി. റെഡി? സോ സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ ആണ്. സോ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി. ഇത് 13ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻസ് ആണ്. പി ബ്ലോക്കിൽ വളരെ കൃത്യമായിട്ട് അയനൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ നമ്മളോട് ചോദിക്കുന്നതാണ്. ആരൊക്കെ എലമെൻസ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ജനറൽ ട്രെൻഡ് എന്താ? ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ്. ബട്ട് 13ാമത്തെ ഗ്രൂപ്പിൽ എക്സെപ്ഷൻ ഉണ്ട് മക്കളെ, മറക്കരുത്. എന്താ അയനൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ? ബോറോൺ ആണ് ആദ്യം, ശരിയാ, സ്മോൾ സൈസ്. ദെൻ താലിയം ആൻഡ് ഗാലിയം. താലിയവും ഗാലിയവും രണ്ടാമത് വരുന്നു. ദെൻ അലൂമിനിയം, ഇൻഡിയം. സോ അലൂമിനിയത്തിന് മുമ്പ് താലിയവും ഗാലിയവും വന്നു. താഴെ കിടക്കുന്ന താലിയം അങ്ങ് മുകളിലേക്ക് വരാനുള്ള കാരണം എന്താ? ന്യൂക്ലിയർ ചാർജിലുണ്ടായ ഹ്യൂജ് ഇൻക്രിമെന്റും ഷീൽഡിംഗ് എഫക്റ്റ് ദുർബലമാണ്, ഷീൽഡിംഗ് എഫക്റ്റ് വീക്കാണ് എന്നുള്ളതുമാണ്. സോ ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഇന്നർ ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ്. ഇന്നർ ഷെല്ലിലുള്ള ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസിൻ്റെ വീക്ക് ഷീൽഡിംഗ് കോൺട്രിബ്യൂഷനും ന്യൂക്ലിയർ ചാർജിലുണ്ടായ വർധനവുമാണ് വാലൻസ് ഇലക്ട്രോൺ ടൈറ്റായിട്ട് ചേർത്ത് നിർത്തുന്നു ന്യൂക്ലിയസ്. അപ്പോൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരും. സോ താലിയത്തിനും ഗാലിയത്തിനും അലൂമിനിയത്തേക്കാൾ അയനൈസേഷൻ എനർജി ഉണ്ട്. അപ്പോൾ ഏതാ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ? ഞാൻ ഗ്രേറ്റർ ദാൻ എഴുതിയപ്പോൾ ലെസ് ദാൻ വെച്ചിട്ടുള്ള ഓർഡർ ഏതാ മക്കളെ? ദാ ബി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിലൊരു കാര്യം ഇവിടെ എൻ്റെ മക്കൾ ഓർത്ത് വെച്ചോ. 14ാമത്തെ ഗ്രൂപ്പിൻ്റെ ചോദിച്ച മക്കളെ, 14ാമത്തെ ഗ്രൂപ്പിൽ ഓർഡർ ചോദിക്കുകയാണെങ്കിൽ കാർബൺ താഴോട്ട് പോകുമ്പോൾ കുറയല്ലോ, സിലിക്കണ്, ജർമേനിയം. പക്ഷേ ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട് മക്കളെ, മറക്കരുത്. ലെഡ് മുകളിലാണ് ടിന്നിനേക്കാൾ, ടിന്നാണ് താഴെ. ശരിക്കും പീരിയോഡിക് ടേബിളിൽ ലെഡാണ് താഴെ കിടക്കുന്നത്. പക്ഷെ ഒരു എക്സെപ്ഷനാണ് 14ാമത്തെ ഗ്രൂപ്പിൽ. ലെഡിൻ്റെ അയനൈസേഷൻ എനർജി ടിന്നിനേക്കാൾ കൂടുതലാണ്. ലെഡിൻ്റെ അയനൈസേഷൻ എനർജി ടിന്നിനേക്കാൾ കൂടുതലാണ്. ക്ലിയർ ആണ്? Now find out the number of unpaired electrons in d subshell for CONS3 6 times 3+. Cobalt 3+ ആണ്. കൊബാൾട്ട് 3+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d6 എന്ന് വരും അല്ലേ? കൊബാൾട്ട് 4s2 3d7. കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27, 4s2 3d7. കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ 3d6 വരും. 3d6 ഇതാണ് 3d6. പക്ഷെ വാട്ടർ സാധാരണഗതിയിൽ ഒരു വീക്ക് ലിഗാൻഡാണ്. കൊബാൾട്ട് 3+ൻ്റെ ഫീൽഡിൽ കൊബാൾട്ട് 3+ൽ സ്പ്ലിറ്റിംഗ് ഭയങ്കര ലാർജ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ സ്ട്രോങ് ലിഗാൻഡ്. ഒരു എക്സെപ്ഷനാണ്. കൊബാൾട്ട് 3+ൻ്റെ ഫീൽഡിൽ വാട്ടർ വന്നാൽ പോലും D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. COF6 3- COH2O thrice F3 മാത്രമാണ് sp3 D2. ഓൾ റിമൈനിങ് D2sp3 ആണ്. സോ കൊബാൾട്ട് 3+ൻ്റെ ഫീൽഡിൽ വാട്ടർ ആയിട്ട് പോലും D2sp3 ആണ്. തെറ്റാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സെപ്ഷൻ ആണ് ഇത്. കൊബാൾട്ട് 3+ൽ H2O 6 times 3+ൽ ഹൈബ്രിഡൈസേഷൻ sp3 D2 അല്ല, D2sp3 ആണ്. സോ പെയറിംഗ് സംഭവിക്കുന്നു. D6 T2Gയിൽ പെയർ ചെയ്യുന്നു എന്ന് പറയുമ്പം നോ അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല, അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. ആൻഡ് ദ കോംപ്ലക്സ് ഇസ് ഡയാമാഗ്നറ്റിക്. റെഡിയാണേ? Now, which of the following statement is incorrect? In homogeneous mixture, composition is uniform. ശരിയാണ്, ശരിയല്ലേ? യൂണിഫോം കോമ്പോസിഷൻ ഉള്ള ആണല്ലോ, മിക്സർ ആണല്ലോ homogeneous mixture. Now, compounds are formed when atoms of different elements combine together in any ratio. That is wrong. Elements combine in fixed ratio. അതാണ് വേണ്ടത്. സോ ബി തന്നെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റോങ് സ്റ്റേറ്റ്മെൻറ്റ്. റെഡിയാ? വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാവുന്ന സ്റ്റേറ്റ്മെൻറ്റേ അതൊക്കെ ഉള്ളൂ. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ടുഗദർ ഇൻ എനി റേഷ്യോ. ഇറ്റ് ഈസ് റോങ്. ഇൻ ഫിക്സഡ് റേഷ്യോ എന്നാണ് പറയേണ്ടത്. ഓക്കെ. നൗ വാട്ട് ഈസ് ആങ്കുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഇൻ 4th ഓർബിറ്റ്? വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. 4ാമത്തെ ബോർ ഓർബിറ്റിൽ ആങ്കുലാർ മൊമെൻ്റ് എത്ര? 4ാമത്തെ ബോർ ഓർബിറ്റിലുള്ള ആങ്കുലാർ മൊമെൻറ്റം എത്ര സാറേ? റെഡിയാണ്? 4ാമത്തെ ഓർബിറ്റിലുള്ള ആങ്കുലാർ മൊമെൻറ്റം എത്ര എന്നുള്ളതാണ് ചോദ്യം. 4ാമത്തെ ഓർബിറ്റിൽ ആങ്കുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ NH/2π ആണ്. NH/2π ആണ് ആങ്കുലാർ മൊമെൻറ്റം. ഡയറക്റ്റ് പോസ്റ്റുലേറ്റ്, ബോർ പോസ്റ്റുലേറ്റ് ആണ്. ആങ്കുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർ ട്രാക്കസ് NH/2π. അപ്പോൾ 4ാമത്തെ ഓർബിറ്റിൽ 4h/2π ആണ്. 4ാമത്തെ ഓർബിറ്റിൽ 4h/2π ആണ്. 4h/2π. 4h/2π എന്ന് പറയുമ്പോൾ n 4 കൊടുത്തു, അത്രേ ഉള്ളൂ. 4/2 2 ആണ്. 2h/π എന്ന് ആൻസർ വരും. 2h/π D ആണ് ആൻസർ അല്ല, 2h/π. ഓക്കെ മക്കളെ,
ഹൗ മെനി ഡീബ്രോയ് വേവ്സ് ആർ ഫോംഡ് ഇൻ nth ബോർ ഓർബിറ്റ് എന്ന് ചോദിച്ചാൽ എന്നാട്ടോ അത് പഠിച്ചോക്കണേ. ഹൗ മെനി ഡീബ്രോയ് വേവ്സ് ആർ ഫോംഡ് ഇൻ nth ബോർ ഓർബിറ്റ്. 5ാമത്തെ ബോർ ഓർബിറ്റിൽ എത്ര ഡീബ്രോയ് വേവ് ഫിറ്റ് ആവും എന്ന് ചോദിച്ചാൽ 5 ആണ്. 6ാമത്തെ ബോർ ഓർബിറ്റിൽ എത്ര ഡീബ്രോയ് വേവ് ഫിറ്റ് ആവും എന്ന് വെച്ചാൽ ആൻസർ 6 ആണ്. ഓക്കെ, ആ സ്റ്റേഷനറി വേവിൻ്റെ ഫോർമേഷൻ്റെ കണ്ടീഷൻ ആ ബോർ ട്രാക്കിൽ 2πr = n ലാംഡയാണ്. ലാംഡ ഡീബ്രോയ് വേവ് ലെങ്ത് ആണ്, n ഓർബിറ്റ് നമ്പർ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ്സ് ആണ്. n ഓർബിറ്റ് നമ്പർ ഓർ നമ്പർ ഓഫ് വേവ്സ് ബോത്ത് സെയിം. കാരണം 1ാമത്തെ ബോർ ഓർബിറ്റിൽ 1 ഡീബ്രോയ് വേവ്, 2ാമത്തെ ബോർ ഓർബിറ്റിൽ 2 ഡീബ്രോയ് വേവ്, 3ാമത്തെ ബോർ ഓർബിറ്റിൽ 3 ഡീബ്രോയ് വേവ്. അപ്പോൾ n എന്ന് പറയുന്ന ഓർബിറ്റ് നമ്പർ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡീബ്രോയ് വേവ്സ് ആണ്. ബോത്ത് സെയിം. ഈ ഫോർമുല വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. 2πr = n ലാംഡ. 6 റേഡിയസ് ആണ്, ബോർ ട്രാക്കിൻ്റെ റേഡിയസ് ആണ്. n²/z_a0. n²/z_a0 6 അറിയാലോ, 6 നമ്മൾ പഠിച്ചതാ. r = n²/z_a0. a0 0.529 ആംസ്ട്രോങ് അറിയാം, നിങ്ങൾക്കറിയാം. റെഡിയാണ്. ഓക്കെ, അത് ഞാൻ സാന്ദർഭികമായി ഉണർത്തിയതാണ്. ഇത് 2πr = n ലാംഡ. ക്ലിയർ? n നമ്പർ ഓഫ് ഡീബ്രോയ് വേവ് ഫോംഡ് ആണ്, അല്ലെങ്കിൽ ഓർബിറ്റ് നമ്പർ ആണ്. ബോത്ത് സെയിം. ലാംഡ ഡീബ്രോയ് വേവ് ലെങ്ത് ആണ്, 6 ബോർ റേഡിയസ് ആണ്. ഓക്കെ, റെഡി? ക്ലിയർ ആണോടാ? യെസ്. നെക്സ്റ്റ്, നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് വിച്ച് ഹാവ് നോൺ സീറോ ഡൈപോൾ മൂവ്മെന്റ്. ഈ തന്നതിൽ എത്ര കോമ്പൗണ്ടുകൾക്കാണ് നോൺ സീറോ ഡൈപോൾ മൂവ്മെന്റ് ഉള്ളത്? നിങ്ങൾ പറയും. എന്താ നോൺ സീറോ ഡൈപോൾ മൂവ്മെന്റ് പറഞ്ഞാൽ പെർമനന്റ് ഡൈപോൾ മൂവ്മെന്റ് ഉള്ളത് ആർക്കെന്നാണ്? എത്ര കോമ്പൗണ്ടുകൾക്കുണ്ട് മക്കളെ? റെഗുലർ ജോമെട്രി വിത്ത് ഐഡന്റിക്കൽ സറൗണ്ടിങ് ആറ്റംസ്. ഒരു മോളിക്യൂളിന് റെഗുലർ ജോമെട്രി ഉണ്ടാവുകയും സറൗണ്ടിങ് ആറ്റംസ് ഐഡന്റിക്കൽ ആവുകയും ചെയ്താൽ ഡൈപോൾ മൊമെന്റ് 0 ആണ്. റെഡി? ബെറിലിയം ക്ലോറൈഡ് നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബെറിലിയത്തിൽ 2 വാലൻസ് ഇലക്ട്രോൺ, രണ്ടും തീർന്നു പോയി. 2-0 ലീനിയർ, റെഗുലർ ജോമെട്രി, ഐഡന്റിക്കൽ സറൗണ്ടിങ് ആറ്റം, നെറ്റ് ഡൈപോൾ മൊമെന്റ് 0. കാരണം 2 വെക്ടർ ക്യാൻസൽ ആയി പോകും. സംശയമില്ല. അടുത്തത് BF3 ബോറോൺ ആണ്, വാലൻസ് ഇലക്ട്രോൺ 3, 3 ഫ്ലൂറിന് അറ്റാച്ച് ചെയ്തു, 3 വാലൻസ് ഇലക്ട്രോണും തീർന്നു പോയി. 3-0 ട്രയഗണൽ പ്ലാനാർ, റെഗുലർ ജോമെട്രി അഗെയിൻ, നെറ്റ് ഡൈപോൾ മൊമെന്റ് 0. ഓക്കെ, എന്നാൽ NF3 പോവാ മക്കളെ. നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം, 5 വാലൻസ് ഇലക്ട്രോൺ, 3 ഫ്ലൂറിന് അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ 3 ബോണ്ട് പെയർ, 2 ബാക്കി, 1 ലോൺ പെയർ. 3-1 റെഗുലർ ഓർ ഇറഗുലർ ജോമെട്രി. ദർ ഈസ് ലോൺ പെയർ, ഇറഗുലർ ജോമെട്രി. അപ്പൊ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 അല്ല. അതാണ് നോൺ സീറോ. മീൻസ് ഇറ്റ് ഹാസ് ഗോട്ട് സം ഡൈപോൾ മൊമെന്റ് വാല്യൂ. ഓക്കെ, അടുത്തതിലേക്ക് പോവാ. H2O ആരാ സെൻട്രൽ ആറ്റം? ഓക്സിജൻ, 6 വാലൻസ്, 2 ഹൈഡ്രജൻ ബോണ്ട് ചെയ്തു, ബാക്കി 4 എന്ന് പറഞ്ഞാൽ 2 പെയർ, 2. ഇറ്റ് ഹാസ് ഗോട്ട് ലോൺ പെയർ, 2 ലോൺ പെയർ. റെഗുലർ ജോമെട്രി അല്ല, ഇറഗുലർ ആണ്. ലോൺ പെയർ ഉള്ള ജോമെട്രി ഇറഗുലർ. ഓക്കെ, H2S നോക്ക്, H2O പോലെ തന്നെ ആയിരിക്കും അല്ലേ, വെറുതെ ചെയ്യേണ്ട കാര്യമുണ്ടോ? HCF4 4 ബോണ്ട് പെയർ വന്നു. സെനോണിൽ 8 വാലൻസ്, 4 ഫ്ലൂറിന് അറ്റാച്ച് ചെയ്തു, ബാക്കി 4, 2 പെയർ, 4-2 സ്ക്വയർ പ്ലാനാറാ HCF4. ഓക്കെ, ഇറഗുലർ ആണെന്നും പറഞ്ഞ് തള്ളിയേക്കരുത്. കാരണം സ്ക്വയർ പ്ലാനർ ആകുമ്പോൾ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തു. നോക്കി നോക്കൂ, ഇതാ ഈ മൂമെൻറ്റും ക്യാൻസലായി, ഈ മൂമെൻറ്റും ക്യാൻസലായി, ലോൺ പെയർ മൂമെൻറ്റും ക്യാൻസലായി. അപ്പോൾ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആണ്. അപ്പോൾ HCF4 ഡൈപോൾ മൊമെന്റ് 0 ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കാർബണിൽ 4 വാലൻസ്, 2 ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് തീർന്നു പോയി, ഡബിൾ ബോണ്ട് ഖതം ഹുവാ. അപ്പോൾ 2 ബോണ്ട് പെയർ, 0 ലോൺ പെയർ. ലീനിയർ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0. റെഗുലർ ജോമെട്രി വിത്ത് ഐഡന്റിക്കൽ സറൗണ്ടിങ് ആറ്റം. ക്ലിയറാ? HBr മക്കളെ ഡയറ്റോമിക് മോളിക്യൂളാ, പോളാർ ബോണ്ടാ, ഹൈഡ്രജനും ബ്രോമിനും, HBr. സോ ഡൈപോൾ മൊമെന്റ് നോൺ സീറോ ആണ്. എന്നാൽ H2O2 I2 F2 എന്നൊക്കെ തന്നാലോ ഡൈപോൾ മൊമെന്റ് 0 ആണ്. HBr HF HI ഡൈപോൾ മൊമെന്റ് നോൺ സീറോ, പോളാർ ബോണ്ട് ആയതുകൊണ്ട്. ഓക്കെ, CCl4 എടുത്താലോ, CH4 പോലെ തന്നെ ടെട്രാഹൈഡ്രൽ അല്ലേ, 4-0 നെറ്റ് ഡൈപോൾ മൊമെന്റ് 0. അപ്പോൾ ഡൈപോൾ മൊമെന്റ് നോൺ സീറോ ഉള്ള കോമ്പൗണ്ടുകൾ എത്ര എണ്ണം ഉണ്ട്? നോക്ക്, 1, 2, 3, 4 കോമ്പൗണ്ടുകളിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ബാക്കി എല്ലാത്തിലും 0 ആണ്. ഓക്കെ,
അടുത്ത ചോദ്യം ഇക്വിലിബ്രിയം ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാ മക്കളെ. SO2 plus RFO2 gives SO3. Equilibrium constant is given as 4.9 into 10 raised minus 4. And you are asked to find the equilibrium constant for the reaction 2SO3 gives 2SO2 plus O2 at the same temperature. Ready? ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണണം. ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാം മക്കളെ? ഈ തന്ന റിയാക്ഷനും കാണേണ്ട റിയാക്ഷനും തമ്മിൽ എന്താ ബന്ധം? റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്താൽ മാത്രം പോരാ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന റിയാക്ഷനെ റിവേഴ്സ് ചെയ്യുകയും അല്ലേ, റിവേഴ്സ് ചെയ്യുകയും ഹാഫ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള റിയാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ എന്താ പുതിയ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/k² ആണ്. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ 1/k, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ raised to 2 ആയി. സോ 1/k² എന്ന് പറയുമ്പോൾ 1/4.9 into 10 raised minus 4 square. 4.95 ആക്കി പിടിച്ചോ, ഏകദേശം ഉത്തരമായല്ലോ. 5ന്റെ സ്ക്വയർ 25, 10 raised to minus 4ന്റെ സ്ക്വയർ 10 raised to minus 8. When it goes to numerator it becomes 10 raised to 8. 10 raised to 8നെ 100 into 10 raised to 6 എന്ന് എഴുതാം. 100/25 4. So answer is 4 into 10 raised to 6. Okay, ready? Last question. Correct order of stability. മക്കളെ ഇവിടെ കുറച്ച് കാർബാനയോണുകൾ തന്നിട്ടുണ്ട്. ഈ കാർബാനയോണുകളുടെ സ്റ്റെബിലിറ്റി ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിരിക്കുന്ന കാർബാനയോണുകളുടെ ഈ തന്നിരിക്കുന്ന കാർബാനയോണുകളുടെ സ്റ്റെബിലിറ്റി ഓർഡറാണ് പറഞ്ഞത്. അപ്പം എങ്ങനെ ചെയ്യാം? നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ കാർബാനയോൺ എന്ന് പറയുന്നത് സൈക്ലോപെൻഡ ഡൈനൈൽ ആനയോൺ ആണ്. ദ റിംഗ് ഇസ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ്. റിംഗ് കംപ്ലീറ്റ് കോൺജുഗേഷനിലാണ് എന്ന് മാത്രമല്ല എത്രയധികം നമ്പർ ഓഫ് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് വരിക? ആ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ 6 വരും. റെഡിയാ? ഈ മൈനസ് ചാർജ് ആകുമ്പോൾ ഈ പെയറും കൂടെ റെസൊണൻസിലേക്ക് ഇൻവോൾവ് ആവും. സോ റിംഗിലുള്ള ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ 6 ആണ്. സോ ദാറ്റ് ഫോളോസ് ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. സോ ദ ഗിവൺ അയോൺ ഇസ് അരോമാറ്റിക് ആണ്. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷനിൽ തന്ന ആളുകൾ റിംഗ് കോൺജുഗേറ്റഡ് അല്ല, റിംഗ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി അരോമാറ്റിക് ഓർ ആൻറ്റി അരോമാറ്റിക്. അരോമാറ്റിക് ആവാനും ആൻറ്റി അരോമാറ്റിക് ആവാനും പറ്റില്ല. അരോമാറ്റിക്കും ആൻറ്റി അരോമാറ്റിക്കും അല്ലാത്ത കോമ്പൗണ്ടുകൾ നമ്മൾ പറയും എന്താ? നോൺ അരോമാറ്റിക്. അപ്പോൾ 2ഉം 3ഉം നോൺ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. എന്നാൽ നാലാമത്തെ ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ടോ അവിടെ റിംഗ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്. അപ്പോൾ എത്രയധികം ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ വരുന്നത്? ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ വരുന്ന ഈ ഒരു പൈ ബോണ്ടും നെഗറ്റീവ് ചാർജൂടെ കൗണ്ട് ചെയ്താൽ 4 വരും. 4 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ വാല്യൂ ഓഫ് 4n + 2, ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് 4n. അത് 4nൻ്റെ വാല്യൂ ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ആൻറ്റി അരോമാറ്റിക്. അപ്പോൾ 4 ഓപ്ഷനുകളിൽ 1 അരോമാറ്റിക്, 2 നോൺ അരോമാറ്റിക്, 1 ആൻറ്റി അരോമാറ്റിക്. അപ്പോൾ എന്താ സ്റ്റെബിലിറ്റി ഓർഡർ? ഏറ്റവും സ്റ്റേബിൾ അരോമാറ്റിക് ആണ്, ലീസ്റ്റ് സ്റ്റേബിൾ ആൻറ്റി അരോമാറ്റിക് ആണ്, അതിനിടയിൽ നോൺ അരോമാറ്റിക് വരും. അപ്പോൾ 2ഉം 3ഉം അതിനിടയിൽ വരണം. ഇനി നമുക്ക് 2ഉം 3ഉം അങ്ങനെ കമ്പയർ ചെയ്യാം. 2ഉം 3ഉം ബോത്ത് ആർ നോൺ അരോമാറ്റിക്. അപ്പോൾ വേറെ കാർബാനയോൺ ആയതുകൊണ്ട് ഹൈപ്പർ കോൺജുഗേഷനും സാധനം നോക്കാനില്ലല്ലോ, അത് കാർബോകാറ്റോണിൽ നോക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? ഇത് 5 മെമ്പേർഡ് റിംഗ് ആണ്, ഇത് 4 മെമ്പേർഡ് റിംഗ് ആണ്. 5 മെമ്പേർഡ് റിംഗ് ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ. ശരിയാ? അപ്പോൾ ഏതാ സ്റ്റെബിലിറ്റി ഓർഡർ? 1 > 2 > 3 > 4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കാർബോകാറ്റോൺ വെച്ചിട്ടും ചോദിക്കട്ടോ. കാർബോകാറ്റോൺ ആകുമ്പോൾ ഇപ്പോൾ ആൻറ്റി അരോമാറ്റിക് എഴുതി അരോമാറ്റിക് ആവും, അത് മറക്കരുത്. റെഡിയാ? യെസ്. അപ്പോൾ ഇത്രയാണ് മക്കളെ ഫേസ് 2-ൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഷിഫ്റ്റ് 2-ൽ അവൈലബിൾ ആയിട്ടുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫിസിക്സ് ക്വസ്റ്റ്യൻസുമായിട്ട് NK സാർ വരുന്നുണ്ട്. ഓക്കെ, യെസ്.
ഓൾറൈറ്റ്, നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിലെ ഈവനിങ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് കൂടെ പെട്ടെന്ന് ഒന്ന് നോക്കാം. നമുക്ക് വിൽ ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് അവേ. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മാസ്ലെസ് റോഡ് ഹാസ് എ പോയിന്റ് മാസ് അറ്റാച്ച്ഡ് ടു വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് വൈൽ ദി അതർ എൻഡ് ഇസ് ഹിഞ്ച്ഡ്. The rod is released from the position shown. The speed of the mass at the bottommost point is. നോക്കൂ, ഇത് ബേസിക്കലി എനർജി കോൺസർവേഷനിൽ ചെയ്യുന്നതാണ്. കൈനറ്റിക് എനർജിയിൽ കിട്ടിയിട്ടുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ഡിക്രീസ് ആയിരിക്കും. ഹാഫ് mv² = mgh ആണ് നമ്മൾ ചെയ്യുക. ബട്ട് ദ പ്രോബ്ലം ഹിയർ ഇസ് എച്ചിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു റീറൈറ്റ് ഇറ്റ് ആസ് r + r sin θ. നോക്കൂ, ഇത് r ആണ്. ആൻഡ് ഇഫ് ദിസ് ആംഗിൾ ഇസ് θ, this length will be r sin theta. ആ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് റീഅറേഞ്ച് ഇറ്റ്, റൈറ്റ് ദി എക്സ്പ്രഷൻ. θ 45 degrees എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. യു ക്യാൻ യൂസ് ആൻഡ് ഈസിലി ഗെറ്റ് ടു ദിസ് എക്സ്പ്രഷൻ ഹിയർ. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഫോർ ദിസ് സിറ്റുവേഷൻ ഹിയർ. ഓൾറൈറ്റ്, നൗ വിൽ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PQRS are 4 symmetric points on a horizontal circle of radius 4 kilometers. What is the displacement when the car moves from point P to point S? P to point S ആണ്. നമുക്ക് ഇത് പല പോയിന്റ്സിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് ഡ്രോ ദ ഷോർട്ടസ്റ്റ് ലൈൻ ബിറ്റ്വീൻ those two corresponding points and then find the value of the displacement. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് √2 × 4 എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇറ്റ്സ് not at all a difficult question. Now the next question says 1 mole of an ideal monoatomic gas compressed adiabatically from volume 2V to V. If final temperature of the gas was if initial temperature of the gas was capital T, then the magnitude of work done in the processes. നോക്കൂ, work done in adiabatic process എന്ന എക്സ്പ്രഷൻ നമ്മളോട് എഴുതിയിട്ടുണ്ട്. W = nR T1 minus T2, that is T initial minus T final divided by gamma minus 1, where gamma is the adiabatic constant. Now, അപ്പം ഇവിടെ 1 mole ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. വീൽ ഫസ്റ്റ് ലുക്ക് അറ്റ് വാട്ട് ആർ ദി അതർ തിങ്സ് വി നീഡ് ടു കാൽക്കുലേറ്റ്. നോക്കൂ, ഗാമ CP/CV ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഗാമ നമ്മുടെ കയ്യിൽ 5/3 ആയിട്ട് ഓൾറെഡി ഉണ്ട്. നൗ നമുക്ക് ടെമ്പറേച്ചറിലേക്ക് കണക്ഷൻ കൊണ്ടുവരണം. നോക്കൂ, ഇവിടെ ഇതാണ് എക്സ്പ്രഷൻ ഉള്ളത്. ആ ടെമ്പറേച്ചറിന്റെ റിലേഷൻ മനസ്സിലാവണം, T ഫൈനൽ മനസ്സിലാവണം നമുക്ക് വോളിയത്തിലെ ചേഞ്ച് വെച്ചിട്ട്. ഫോർ ദാറ്റ് വി യൂസ് ദി ഇക്വേഷൻ ഫോർ അഡിയാബാറ്റിക് പ്രോസസ്. T(V⁻⁻1 ഇസ് എ കോൺസ്റ്റന്റ് നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ അകത്ത് V ഇനീഷ്യലും V ഫൈനലും കൊടുക്കുന്ന സമയത്ത് 2V V ആയതാണല്ലോ വോളിയം. അത് കൊടുക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് വി can understand that T2 = T times 2^2/3 times capital T. നോക്കൂ, ഈ ടീൻ്റെ വാല്യൂ T2ന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ക്യാൻ ഈസിലി സോൾവ് ആൻഡ് ഗെറ്റ് ടു ദിസ് ആൻസർ. നോക്കൂ, T കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. T ഇനീഷ്യൽ T1 എന്ന് പറയുന്നതും T ആണ്. T2 എന്ന് പറയുന്നത് T × 2^2/3 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ വി ഹവ് ഇവാലുവേറ്റഡ് ഇറ്റ് ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ ഹിയർ. രണ്ട് സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ചുകൂടെ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസിനെക്കാൾ ഒരു സ്റ്റേജ് അധികം ഉണ്ട് ഈ ക്വസ്റ്റ്യൻസ്. ആക്ച്വലി എ ഗുഡ് ക്വസ്റ്റ്യൻ, ബെറ്റർ ക്വസ്റ്റ്യൻ കമ്പയർഡ് വിത്ത് ദി അതർ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വൺ സേസ് a 2 kilogram brick is placed on an inclined plane of inclination 45 degrees. The brick is at rest. The minimum coefficient of static friction is. നോക്കൂ, ബ്രിക്കിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. mg sin θ down the incline, mg cos θ into the incline, perpendicular to the incline. റിയാക്ഷൻ mg cos θ നെ ബാലൻസ് ചെയ്യും. ആ റിയാക്ഷൻ ആണ് ഫ്രിക്ഷൻ തീരുമാനിക്കുന്നത്. ഈ ബ്ലോക്ക് സ്ലൈഡ് ചെയ്യാതിരിക്കാനുള്ള ബേസിക് കണ്ടീഷൻസ് mg sin θ ഫ്രിക്ഷനെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ആ റിലേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് സോൾവ് ചെയ്യുമ്പം tan θ or mu, the coefficient of friction should be greater than or equal to 1 എന്ന് കിട്ടും. So the minimum value of mu will be 1. It's very easily solved. ഇത് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the correct match for the phasors of voltage and current for the given elements. 3 എലമെന്റ്സ് ആണുള്ളത്: പ്യുവർ റെസിസ്റ്റർ, പ്യുവർ ഇൻഡക്ടർ ആൻഡ് പ്യുവർ കപ്പാസിറ്റർ. പ്യുവർ റെസിസ്റ്ററിൽ കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലായിരിക്കും. പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ട് വിൽ ലാഗ് വോൾട്ടേജ് ബൈ phase difference of pi/2. Pure capacitor current will lead voltage by a phase difference of pi/2. It's very clear. Match cheyane ullu. It's very easy. Next question. With regard to the gravitational parameters, the dimension of T² are the same as that of. നമുക്ക് ഇതിൽ ഓപ്ഷൻസ് എനിക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓപ്ഷൻസിനെ ബേസ് ചെയ്താണ് ഈ പ്രോബ്ലം പ്രോഗ്രസ് ചെയ്യുന്നത്. T² ഡയമെൻഷൻ ആരുടേതായിരിക്കും എന്നുള്ള ചോദ്യം. അപ്പോൾ അതിന് T² കണക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും T² കണക്ട് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടൊരു ഇക്വേഷൻ ആണ് എന്താ പറയുക, ലോ ഓഫ് പീരിയഡ്സിൽ വരുന്ന കെപ്ലേഴ്സ് തേർഡ് ലോയിൽ വരുന്ന ഇക്വേഷൻ ആണ് T² = 4π² × r³. T² പ്രൊപ്പോർഷണൽ ടു r³ നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ സൈഡിൽ
ലിസ്റ്റ് ഔട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നൗ അതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആണ്, 4π² ഡയമെൻഷൻ ഉണ്ടാവില്ല. സോ t² ഷുഡ് ഹാവ് ദ ഡയമെൻഷൻ ഓഫ് r³/gm. ഇറ്റ്സ് വെരി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ഹിയർ ഫ്രം ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പോയിന്റ് ചാർജ് small cube is kept at the center of one of the surfaces of a cube. Flux linked with the cube is. നോക്കൂ, ഒരു ക്യൂബിൻ്റെ ഒരു സർഫസിലാണ് നമ്മൾ ആ ചാർജ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇനിയും ഒരു സർഫസ് ഇതിനോട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുമെന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് ഇനി ഒരു ക്യൂബ് നമുക്ക് ഇതിനെ അറ്റാച്ച് ചെയ്ത് നമുക്കിവിടെ ഇതിനെ ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ടോട്ടൽ ഫ്ലക്സ് Q/ε0 ഈ രണ്ട് ക്യൂബിലൂടെയും കൂടെ ഈക്വലി ഷെയർ ചെയ്ത് സിമെട്രിക്കലി പോകേണ്ടതാണ്. അപ്പോൾ ഒരു ക്യൂബിലൂടെ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q/ε0 പകുതി, ദാറ്റ് ഇസ് Q/ε0 into 1/2, that is Q/2ε0. Now, next question. A heater of rating 50 watts 200 volt is connected with source voltage of 100 volt. Power consumed by the heater is, നോക്കൂ, P is equal to V applied square by resistance of the appliance ആണ് നമ്മളുടെ പവർ കൺസംഷൻ വരിക. അത് കൃത്യമായിട്ട് ഓർക്കുക. അപ്ലൈഡ് വോൾട്ടേജ് ഇവിടെ 100 വോൾട്ട് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഡിവൈസിന്റെ റെസിസ്റ്റൻസ് കിട്ടണം. അതിന് നമ്മൾ റേറ്റഡ് വാല്യൂസ് ആണ് യൂസ് ചെയ്യുക. P rat is equal to, or P rated is equal to V rated squared by R. അത് വെച്ചിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് ദി അപ്ലയൻസ് കണ്ടുപിടിക്കും. V rated square by P rated വെച്ചിട്ട്, ആൻഡ് ദാറ്റ് ഇസ് ഹിയർ, ദാറ്റ് റെസിസ്റ്റൻസ് ഇസ് ഹിയർ. V squared by R, V applied square ആണ് നമ്മൾ കൊടുത്തു, ബൈ എന്താ പറയുക, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ യു കെൻ ഈസിലി കാൽക്കുലേറ്റ് ഇറ്റ് 12.5 watts. നൗ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് റേറ്റഡ് വാല്യൂസ് ആണ്, ഇത് അപ്ലൈഡ് വോൾട്ടേജ് ആണ്. ഓൾറൈറ്റ്, ആ വ്യത്യാസം മനസ്സിലാക്കുക. Next question. The width of one slit in YDSE is 4 times the other slit. Then the ratio of maximum to minimum intensity at the screen is. നോക്കൂ, ഒരു സ്ലിറ്റ് മറ്റേ സ്ലിറ്റിനെക്കാട്ടും 4 times വൈഡ് ആണെങ്കിൽ we could say that the intensity of the second source is 4 times the intensity of the first source. Alright, I1 I ആണെങ്കിൽ I2 4 times I1 ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. Alright, now Imax by Imin നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുപാട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. Imax will be √I1 plus √I2 square and Imin will be √I1 minus √I2 whole square. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം √I1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ദി എക്സ്പ്രഷൻ യു വിൽ ഹാവ്. ഇൻറ്റൻസിറ്റി റേഷ്യോൻ്റെ റൂട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് വാല്യൂസ് കൊടുക്കുക. യു വിൽ ഗെറ്റ് 2 square 1 plus 2 whole square on top and 1 minus 2 square underneath. അപ്പോൾ കറക്റ്റ് എന്താ കിട്ടുക, 3 square by എന്താ പറയുക 1 square എന്നാണ് കിട്ടുക. ദാറ്റ് ഇസ് 9:1 ആണ് ആൻസർ വരിക. യു കെൻ ഈസിലി സോൾവ് ഇറ്റ്. വെരി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. നൗ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത് കാണുന്നത്. വേവ് ലെങ്സ് അസൈൻ ടു ഗാമ റേസ്, ഇൻഫ്രാറെഡ് റേസ്, UV റേസ്, മൈക്രോവേവ്സ് ആർ. അപ്പം 4 ആൾക്കാരുണ്ട്. ഗാമ റേസ് ഉണ്ട്, IR ഉണ്ട്, UV ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്. ഏറ്റവും എനർജി കൂടിയ ആൾക്കായിരിക്കും ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉണ്ടാവുക. ദാറ്റ് ഹിയർ ഇസ് ഗാമ. ഏറ്റവും എനർജി കുറഞ്ഞ ആൾക്ക് ഏറ്റവും കൂടിയ വേവ് ലെങ്ത് ഉണ്ടാവും. ദാറ്റ് ഇസ് മൈക്രോവേവ് ഹിയർ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗാമേനേക്കാളും നെക്സ്റ്റ് തൊട്ട് താഴെ എനർജി ഉള്ള ആൾ UV റേസ് ആണ്. അതിനേക്കാൾ തൊട്ട് താഴെ എനർജി ഉള്ള ആൾ, വിസിബിളും കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡറിലുള്ള ആൾ, താഴത്തോ വിസിബിളിനെക്കാളും താഴത്തേക്കുള്ള ആൾ, അത്ര എനർജി ഉള്ള ആൾ ഇൻഫ്രാറെഡ് ആണ്. സോ എനർജീൻ്റെ ഡിക്രീസിങ് ഓർഡർ ആണ്, വിച്ച് ആക്ച്വലി ബിക്കംസ് ലാംഡയുടെ ഇൻക്രീസിങ് ഓർഡർ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following circuit is equivalent to, നോക്കൂ, രണ്ട് എയും ബിയും രണ്ട് സപ്ലൈ ഉണ്ട്. ആൻഡ് ദെൻ യു ഹാവ് എ നോട്ട് ഗേറ്റ് ആൻഡ് ബി, രണ്ടാൾ എക്കും ഒരു നോട്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, ബിക്കും ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്. ഈ രണ്ട് ലീഡുകളും പോകുന്ന ഒരു നാൻഡ് ഗേറ്റിലേക്കാണ്. ദിസ് ഇസ് ആക്ച്വലി എ കോംപ്ലിമെന്റ് നാൻഡ് ബി കോംപ്ലിമെന്റ് ആണ്. സോ ഐ ഹാവ് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ്. നാൻഡിൻ്റെ ഓപ്പറേഷനാണത്. അത് നമ്മൾ ഡിമോർഗൻ ലോ വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ്. ഇറ്റ് ഇസ് എ പ്ലസ് ബി ഓർ ഗേറ്റ് ആണ്. ഓൾറൈറ്റ്, നൗ ഇഫ് ദിസ് ഇസ് ആക്ച്വലി എ കറക്റ്റ് ക്വസ്റ്റ്യൻ, ശരിക്കും അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ നമുക്കറിയാം ഇത് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാക്ട്ലി ഇത് തന്നെയാണ് ആ പേപ്പറിൽ വന്നു വെച്ചാൽ വി മേ നോട്ട് ബി ഷുവർ. ആക്ച്വൽ പേപ്പർ വരുമ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇത് ആക്ച്വലി ഈ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ വാസ് ദെയർ ഇൻ വൺ ഓഫ് ദ ഷിഫ്റ്റ്സ് ഇൻ സെഷൻ 1 എക്സാമിനേഷൻ. സിമിലർ ക്വസ്റ്റ്യൻ നമ്മുടെ ഡീറ്റെയിൽ സൊല്യൂഷൻ വീഡിയോ സീരീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ. റൈറ്റ്, നൗ
Next question. A metallic rod of given length is rotating about its perpendicular bisector in transverse magnetic field. The potential difference developed across the ends is. നോക്കൂ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു റോഡ് അവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. റോഡിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ, റോഡിന്റെ എൻഡിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് ചോദിച്ചത്. റോഡിന്റെ ഓരോ എൻഡിനും സെന്ററിനെ അപേക്ഷിച്ച് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് അത് കാണാനുള്ള ഫോർമുലയാണ് ഹാഫ് ഒമേഗ ബി ഇൻറ്റു ദാറ്റ് ലെങ്ത് സ്ക്വയർ. നോക്കൂ, സെൻറ്ററിന് L/2 ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് L/2 ഉപയോഗിച്ച് ഇൻസ്റ്റെഡ് ഓഫ് L ഹിയർ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, സെൻറ്ററിന് ഈ പോയിന്റും ദാറ്റ് ഇസ് എയും ബിയും രണ്ടും അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ ഓഫ് ഓർ അറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ഇത്രയും തന്നെ ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദ ഒരു സെൻറ്റർ. അപ്പോൾ സെൻറ്ററിനെ അപേക്ഷിച്ച് ഒരേ പൊട്ടൻഷ്യലിലാണ് രണ്ടാൾക്കാർ നിൽക്കുന്നതെങ്കിൽ ഈ രണ്ട് പോയിന്റ് നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് 0. ദാറ്റ് ഇസ് ദി ആൻസർ ഹിയർ. ഇത് തന്നെ ആയിരിക്കണം എന്നില്ല ചോദിച്ചത്, വേറെ ഏതെങ്കിലും പോയിന്റ് അക്രോസ് ഉള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോർമുല മാറ്റി ഉപയോഗിച്ച് ചെയ്യാൻ പഠിക്കുക. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് വൺ. റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എ ടു ദാറ്റ് അറ്റ് പോയിന്റ് സി എസ്. നോക്കൂ, രണ്ട് വയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരേ ഡിറക്ഷനിൽ കറണ്ട് ക്യാരി ചെയ്യുന്ന വയറാണ്. ഒരു പോയിന്റ് എ ആണ്, ഒരു പോയിന്റ് സി ആണ്. ആദ്യത്തെ ആൾക്ക് I കറണ്ടേ ഉള്ളൂ, രണ്ടാമത്തെ ആൾക്ക് 2I കറണ്ട് ഉണ്ട്. ഞാൻ ഓരോ വയേഴ്സിനും ഓരോ നെയിം, ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നൗ നമുക്ക് ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഇവാലുവേറ്റ് ചെയ്യാം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് വയർ വിൽ ബി ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഡ്യൂ ടു സെക്കൻഡ് വയർ വിൽ ഓൾസോ ബി ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഇൻ ദ ഡിറക്ഷൻ ദാറ്റ് ഇസ് മാർക്ഡ് ബൈ ദ ഡിറക്ഷൻ ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളുടെയും സൂപ്പർ പൊസിഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത്, രണ്ട് ആൾ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെയും സൂപ്പർ പോസ് ചെയ്യുന്ന സമയത്ത് അത് ഔട്ട് ദ പ്ലെയിൻ തന്നെ വരും, ഒരേ ഡിറക്ഷനിലാണ് വരിക. സോ യു ക്യാൻ സിംപ്ലി ആഡ് ദ വാല്യൂസ് ടു ഗെറ്റ്. ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് വി ഹാവ് ഡൺ ഹിയർ. രണ്ട് വാല്യൂം ആഡ് ചെയ്യുക ചെയ്തത്. നോക്കൂ, ആദ്യത്തെ വയർ കാരണം, ദാറ്റ് ഇസ് ഡ്യൂ ടു ഫസ്റ്റ് വയർ കാരണം എയിൽ ഉണ്ടാവുന്ന μ0I/2πr ആയിരിക്കും. ദാറ്റ്സ് ആക്ച്വലി സ്റ്റാൻഡേർഡ് ഫോർമുല. അവിടെ ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിങ് വയർ കാരണമുള്ളത്. സെക്കൻഡ് വയർ കാരണമുള്ളത് ശ്രദ്ധിക്കുക, പോയിന്റ് എയിൽ വയറിനുള്ള സെപ്പറേഷൻ 3R ആണ് ആൻഡ് വയറിൽ പോകുന്ന കറണ്ട് 2I ആണ്. സോ ദാറ്റ് ബിക്കംസ് μ0 ഡിവൈഡഡ് ബൈ 2πr പകരം 3R. ഓക്കെ, ആ റീപ്ലേസ്മെന്റ് ശ്രദ്ധിക്കുക. μ0I/2πr കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 + 2/3 ഇവിടെ കിട്ടും. ദാറ്റ് ഇസ് ആക്ച്വലി 5/3 ഒരു ഫാക്ടർ അവിടെ ഉണ്ടാവും. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. നൗ പോയിന്റ് സി ആലോചിക്കുന്ന സമയത്ത്, പോയിന്റ് സിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് വയേഴ്സ് കാരണം ഉണ്ടാവും. എഗെയിൻ സൂപ്പർ പൊസിഷൻ ആണ്, രണ്ടും ഒരേ ഡിറക്ഷനിലാണ് ഉണ്ടാവും. അപ്പോൾ യു ക്യാൻ സിംപ്ലി ആഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഈച്ച് വയർ. ഓക്കെ, നോക്കൂ, ഫസ്റ്റ് വയർ പോയിന്റ് സിന്ന് 3R അകലെയാണ്, അതിൽ I ആംപിയർ കറണ്ടാണ് പോകുന്നത്. സോ μ0I/2π × 3R ആണ് കിട്ടുക അവിടെ. ഓക്കെ, സെക്കൻഡ് വയർ കാരണം അതിൽ 2I കറണ്ട് പോകുന്നുണ്ട്, സെപ്പറേഷൻ 6 ആയതുകൊണ്ട് μ0 2I/2πr കിട്ടും. നോക്കൂ, കറണ്ട് ഇവിടെ 2I ആണ്, സെപ്പറേഷൻ 6 ആണ് ഓഫ് ദിസ് വയർ വിത്ത് പോയിന്റ് സി. നൗ അത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ μ0I/2πr പുറത്തെടുക്കുന്ന സമയത്ത് 1/3 + 2 കിട്ടുക. ദാറ്റ് ഇസ് ആക്ച്വലി യു ഹാവ് 7/3 ആണ് അത് കിട്ടുക. ഓൾറൈറ്റ്, നൗ നിങ്ങൾ രണ്ട് ടേംസും എടുക്കുക, റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 5/7 ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്, നൗ that is all what we have here now for this paper. എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടിയിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ കിട്ടിയ ക്വസ്റ്റ്യൻസോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. നന്നായി ശ്രദ്ധിക്കുക, തെർമോഡൈനമിക്സിന് പ്രോസസ്സുകളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. തെർമോഡൈനമിക് പ്രോസസ്സുകളെ ബേസ് ചെയ്തിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നന്നായി ശ്രദ്ധിക്കുക. പോളിട്രോപ്പിക് പ്രോസസ്സ് പഠിച്ചു വെക്കുക, അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ബ്യൂസവർ ലോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇതിപ്പം സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ വന്നിട്ടുള്ളൂ, കേർവ്ഡ് വയർ കാരണമുള്ളത് വന്നേക്കാം, അത് ഓർത്ത് വെക്കുക. റെസിസ്റ്റൻസ് നെറ്റ്വർക്കുകളുടെ ക്വസ്റ്റ്യൻ നമ്മളിന്ന് കണ്ടിട്ടുണ്ട്. എനർജി കോൺസർവേഷൻ, മെക്കാനിക്കൽ എനർജി കോൺസർവേഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. RMS വാല്യൂ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിമിലർ കോൺസെപ്റ്റുകൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കുക. അതോടൊപ്പം തന്നെ LCR സർക്യൂട്ടിൻ്റെ പോസിബിലിറ്റി നമുക്ക് ആലോചിച്ചാൽ തോന്നുന്നുണ്ട്, കാരണം സിമിലർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫേസർ ഡയഗ്രാംസ് ഓഫ് ഡിഫറെൻറ്റ് സർക്യൂട്ട്സ് നമുക്ക് ഇന്ന് കാണാൻ പറ്റി. പ്രോബബ്ലി LCR സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രാംസോ LCR സർക്യൂട്ടിൻ്റെ ഇവാലുവേഷനോ ഇനിയുള്ള സെഷൻസിൽ വന്നുകൂടായില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ക്വസ്റ്റ്യൻസിലുള്ളത് ലോജിക് ഗേറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നന്നായി ശ്രദ്ധിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചു വെക്കുക. ഓൾസോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ രണ്ട് ഇക്വേഷൻ തന്നിട്ട് വെലോസിറ്റി ഓഫ് ദ വേവ്, പിന്നെ റിലേഷൻ ബിറ്റ്വീൻ E ആൻഡ് B,
ഇൻക്ലൂഡിങ് വെലോസിറ്റി, അങ്ങനത്തെ ടേംസ് നോക്കി വെക്കുക. പിന്നെ YDSC എക്സ്പെരിമെൻറ്റ് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ബേസിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഈ പറഞ്ഞ Imax/Imin അല്ലാതെ തന്നെ ഓരോ പൊസിഷനിലുള്ള ഇൻറ്റൻസിറ്റി കണ്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണ്. അത് നന്നായി നോക്കി വെക്കുക. ഡിവൈസുകളുടെ കോമ്പിനേഷനിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ അതൊന്ന് പഠിച്ചു വെക്കുക. അങ്ങനെ സിമിലർ ക്വസ്റ്റ്യൻസിൻ്റെ പോസിബിലിറ്റി തോന്നുന്നുണ്ട്. ഗോസ് തിയറം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിസിറ്റ് ചെയ്യുക. തിയറി ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഈ പോയിന്റ് ചാർജും ക്യൂബും വെച്ചിട്ട് പല പല പൊസിഷനിൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. പിന്നെ ഗ്രാവിറ്റേഷനിൽ വേരിയേഷൻ ഡ്യൂ ടു G ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ യു ഹാവ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇന്ന് 2 സെഷൻസ് നിന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ട് വരില്ല. ഹൈഡ്രജൻ സ്പെക്ട്രം ഈ സെക്ഷൻസ് നോക്കി വെക്കുക. മോഡേൺ ഫിസിക്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ബിക്കോസ് ഒരുപാട് എഫേർട്ട് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നതും ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതുമായിട്ടുള്ള സെക്ഷനാണ് ആ മോഡേൺ ഫിസിക്സിൻ്റെ ഭാഗം വരുന്നത്. അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന് ഇലോങ്ങേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു മെറ്റാലിക് റോഡ് കാരണമുള്ള ഓസിലേഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഓസിലേഷൻ വേവ്സ് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. അത് ചിലപ്പോൾ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസിൽ അതില്ലാത്തതുകൊണ്ടായിരിക്കാം. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 2 ഷിഫ്റ്റിലും കൂടെ കിട്ടിയിട്ടുള്ളത്. എനിവേസ് ഇതൊക്കെയാണ് സാധാരണ നമുക്ക് ഇന്നത്തെ എക്സാമിനേഷന് സമ്മറി പറയാൻ പറ്റുന്നത്. താങ്ക് യു ഫോർ ലിസ്ണിംഗ് അറ്റ് ദിസ് വെരി ലേറ്റ് hour. Prepare really well, study really hard. Thank you so much for listening.